ബാബാജി നമസ്തേ. ബാബാജി, ഈ പാലിയം വിളംബരം പറയുന്നത് പോലെ ഒരാൾക്കൊരു ക്ഷേത്രപൂജ ചെയ്യണമെങ്കിൽ അയാൾ പൂണൂല് ധരിച്ച് കർമ്മം കൊണ്ട് ബ്രാഹ്മണനാകണമെന്നുണ്ടോ? അതിനെപ്പറ്റി ഒന്ന് പറയുമോ? ഈ ഒരു ചോദ്യത്തിന് ഉത്തരം നൽകണമെങ്കിൽ നമ്മൾ ആദ്യം പാലിയം വിളംബരം എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. പാലിയം വിളംബരം ഇന്നിപ്പോൾ നമുക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അത് പിക്ചറായിട്ടും PDF ആയിട്ടും പല രീതിയിൽ നമുക്ക് ഈ ഒരു പാലിയം വിളംബരം. എന്നിരുന്നാൽ പോലും നമുക്ക് എന്തായാലും ഈ ഒരു കാര്യം പറയുന്നതിന് മുമ്പായിട്ട്, അല്ലെങ്കിൽ ഈ കാര്യം പറഞ്ഞു തുടങ്ങുമ്പോൾ പാലിയം വിളംബരം ഒന്ന് വായിച്ചിട്ട് തുടങ്ങും. വായിക്കുന്നതിന് മുമ്പ് ആരാണ് പാലിയം വിളംബരത്തിന് നേതൃത്വം കൊടുത്തതെന്ന് ചോദിച്ചാൽ അതിൻ്റെ അവകാശവാദം പലപ്പോഴും RSS, സംഘപരിവാർ പ്രസ്ഥാനങ്ങളാണ് പാലിയം വിളംബരത്തിന് നേതൃത്വം കൊടുത്തേ എന്നുള്ളത് അവർ തന്നെ അവകാശപ്പെടുന്ന കാര്യമാണ്. അതിൽ തന്നെ RSSന്റെ പ്രചാരകനായിരുന്ന മാധവ്ജി എന്ന് അവർ വിളിക്കുന്ന ഒരു പുണ്യാത്മാവാണ് അത് നേതൃത്വം കൊടുത്തതെന്നാണ് പറയുക. അവരുടെ നേതൃത്വത്തിൽ കുറച്ച് ആചാര്യന്മാരെയും താന്ത്രികന്മാരെയും പണ്ഡിതന്മാരെയൊക്കെ വിളിച്ചു ചേർത്തിട്ട് 1987 ഓഗസ്റ്റ് 26 ആണ് ചേന്നമംഗലം പാലിയം കൊട്ടാരത്തിൽ വെച്ചിട്ടാണത് കൂടിയത്. അതുകൊണ്ടാണ് പാലിയം വിളംബരം എന്ന് പറയുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ പാലിയം വിളംബരത്തിൻ്റെ എന്താണ് പാലിയം വിളംബരം പറയുന്നത്? സനാതനധർമ്മം വേദതത്വങ്ങളിൽ അധിഷ്ഠിതമാണെന്നും ആ തത്വങ്ങൾ സാധാരണ ജനങ്ങൾക്ക് അനുഭവവേദ്യമാക്കുന്നതിന് വേണ്ടി നിർമ്മിച്ച ആചാര സംഹിതകളാണ് സ്മൃതികളെന്നും ദേശകാലാവസ്ഥ അനുസരിച്ച് ആചാരങ്ങൾക്ക് വ്യത്യാസം വരുത്തിയിരുന്നു എന്ന് സ്മൃതിയുടെ വൈവിധ്യം കൊണ്ട് മാത്രം മനസ്സിലാക്കാമെന്നും വളരെ കാലമായി ഇപ്രകാരം ആവശ്യമായിരുന്ന ഭേദഗതികൾ ആചാരങ്ങൾക്ക് വരുത്താതിരുന്നത് മൂലം ജനാടിസ്ഥാനത്തിൽ ഉറച്ച ജാതി സമ്പ്രദായം ഇന്നത്തെ ജീവിത നീതിക്ക് യോജിക്കാത്ത വിധം സമുദായ സംഘടനകൾ ദൂഷിച്ച് നമ്മുടെ മൂലതത്വങ്ങളെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നു എന്നും ഹൈന്ദവ ജനതയുടെ താല്പര്യമനുസരിച്ച് കൂടി ഇരിക്കുന്ന കേരളത്തിലെ വൈദിക താന്ത്രിക ശാസ്ത്ര പാണ്ഡിത്യവും പാരമ്പര്യവുമുള്ളവരുടേതായ ഈ ആചാര്യ സദസ്സിൽ ബോധ്യപ്പെട്ടിരിക്കുന്നയാൽ നമ്മുടെ മഹത്തായ മതത്തിൻ്റെ മൗലിക തത്വങ്ങളിൽ അടിയുറച്ച ഒരു സാമൂഹിക ജീവിതം കേരളത്തിൽ തുടർന്ന് നിലനിർത്തുന്നതിന് വേണ്ടി കർമ്മങ്ങളെ കൊണ്ട് ബ്രാഹ്മണ്യം നേടാമെന്ന തത്വം അംഗീകരിച്ചുകൊണ്ട് സംസ്കാര കർമ്മങ്ങൾക്ക് ജനനം ഉപാധിയല്ലെന്നും കർമ്മങ്ങൾ മുഖാന്തിരം ആർക്കും ബ്രാഹ്മണ്യം നേടാവുന്നതാണെന്നും അപ്രകാരം ബ്രാഹ്മണ്യം നേടി ആർക്കും ക്ഷേത്ര പൗരോഹിത്യം ഉൾപ്പെടെ പൗരോഹിത്യത്തിന് അർഹതയുണ്ടെന്നും നാം ഇതിനാൽ വിളംബരം ചെയ്തു കൊള്ളുന്നു എന്നാണ് അതിൽ പറയുന്നത്. ഇനി വിളംബരം ഐക്യകണ്ഠേന അംഗീകരിച്ച ശേഷം സദസ്സ് താഴെ കാണും വിധം ഒരു പ്രഖ്യാപനം ഐക്യകണ്ഠമായി തന്നെ നടത്തി. ഈ പ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ പാലിയം വിളംബരം. ഇതൊക്കെ മുൻകൂട്ടി ഉണ്ടെങ്കിൽ പോലും അതെന്താണ് ആ പ്രഖ്യാപനം? ഷോഡശ സംസ്കാര കർമ്മങ്ങൾ എല്ലാ ഹിന്ദുക്കൾക്കും ആകാവുന്നതാണെങ്കിലും പൗരോഹിത്യ പരിശീലനത്തിനും യോഗ്യത സമാവർത്തന പര്യന്തമുള്ള കർമ്മങ്ങളായിരിക്കുമെന്നും അവ അശ്വലായന ഗൃഹ്യസൂത്രം അനുസരിച്ച് മതി എന്നും ഈ ആചാര്യ സദസ്സ് പ്രഖ്യാപനം ചെയ്യുന്നു. ഇതാണ് പാലിയം വിളംബരം എന്ന് വിശേഷിപ്പിക്കുന്ന ആ വിളംബരം. അപ്പൊ ഇതിന് പറഞ്ഞിരിക്കുന്നത് സനാതനധർമ്മം വേദതത്വങ്ങളിൽ അധിഷ്ഠിതമാണെന്നാണ്. വേദങ്ങൾ എന്നുള്ളത് ഋഗ്യജു സാമാധർവത്തെ അടിസ്ഥാനമാക്കിയാണെങ്കിൽ സനാതനധർമ്മം അതാണെങ്കിൽ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മളടക്കം ഒരു സനാതനധർമ്മിയല്ല എന്ന് വേണം പറയാൻ. നമ്മളെപ്പോഴും പറയാറുണ്ട് ആ സനാതനമല്ല നമ്മുടേത്. നമ്മൾ തന്ത്രപാരമ്പര്യം ഉൾക്കൊണ്ടു പോകുന്ന ഒരു ധർമ്മവ്യവസ്ഥയാണ്, കുലധർമ്മമാണ് നമ്മളും നമ്മളുടെ പൂർവികരും പിൻപറ്റിയിരുന്നത്. അതുകൊണ്ട് ഇവരുടെ ഈ പറയപ്പെടുന്ന സനാതനധർമ്മത്തിലല്ല നമ്മൾ വരുന്നത്, നമ്മൾ കുലധർമ്മത്തിലാണ്. നമ്മെ സംബന്ധിച്ച് നമ്മുടെ കുലധർമ്മത്തിന് നാശമില്ല എന്ന് നിലനിൽക്കുന്നതാണ്. അതാണ് നമ്മുടെ സനാതനധർമ്മം. ഈ പറയപ്പെടുന്നതല്ല. അപ്പൊ ഈ വേദത്വങ്ങൾ അധിഷ്ഠിതമായതാണ് എന്ന് ഇപ്പൊ ഇതിന് നേതൃത്വം കൊടുത്ത സംഘടനയ്ക്കോ ഇത്തരം ഈ പാലിയം വിളംബരത്തിനോ പറയാൻ പാടില്ല എന്നല്ല, അവരുടേത് അതായിരിക്കാം എന്നാണ് നമ്മൾ പറയാൻ ശ്രമിക്കുന്നത് കേട്ടോ. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വേറെയാണ്. ഇനി അതുപോലെ തന്നെയാണ് സ്മൃതികളുടെ ഒരു കാര്യം ഇതിൽ നമ്മൾ പറയാനുണ്ടായി. സ്മൃതികൾ വൈവിധ്യം കൊണ്ടൊക്കെയാണ്, സ്മൃതികൾ അനുസരിച്ചാണ് ജീവിക്കുന്നത്. സ്മൃതികൾ എപ്രകാരമാണ് പ്രവർത്തിച്ചത് എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും ഓരോ സ്മൃതി, മനുസ്മൃതിയാണ് ഈ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ഉയർത്തപ്പെടുന്ന സ്മൃതി. ഞങ്ങളുടെ പരാശര സ്മൃതി ആയാലും നാരദ സ്മൃതി, അതൊക്കെ ഒരുപാട് യാജ്ഞവൽക്യ സ്മൃതിയാണ്, ഒരുപാട് സ്മൃതികളുണ്ട്. ഈ സ്മൃതികളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ ആർക്കാണ് സ്മൃതി കൊണ്ട് ഗുണമുണ്ടായതെന്നും അപ്പോൾ ആ സ്മൃതി എന്താണ്, അപ്പോൾ ഈ വേദതത്വത്തെ
അനുഭവവേദ്യമാക്കുന്നതിന് വേണ്ടി നിർമ്മിച്ച ആചാര്യ സംഹിതകളാണ് സ്മൃതികൾ എന്നാണ് പറയുന്നത്. അപ്പൊ വേദത്തിന്റെ തത്വമാണ് സ്മൃതികളെങ്കിൽ ഈ പറയപ്പെടുന്ന അസമത്വമാണോ ഇവരുടെ ഈ വേദങ്ങൾ എന്നുള്ളത് സ്മൃതിയുടെ വീക്ഷണത്തിൽ നിങ്ങൾ എല്ലാവരും നോക്കുക. അങ്ങനെ സ്മൃതിയിൽ ഒരിക്കലും ഒരു സാധാരണ ഒരു മനുഷ്യന് നീതിയില്ല. ശൂദ്രൻ തൊട്ടിട്ട് പിന്നെ വർണ്ണത്തില്ലാത്ത ആളുകൾ, അവർണർ, അപ്പൊ നമ്മളൊക്കെ ഉൾപ്പെടുന്ന കുലധർമ്മികൾക്കൊന്നും നീതി എവിടെയും ഒരു കാണുന്നില്ല. അപ്പൊ അത് വേദത്തിന്റെ അടിസ്ഥാനത്തിലാണോ എന്നുള്ളൊരു ചോദ്യചിഹ്നമാണ്. അല്ലാന്ന് പറയാൻ പറ്റില്ല. കാരണം ചതുരാശ്രമങ്ങളും ചാതുർവർണ്ണവും ശ്രേണീകൃതമാണ്. ഇത് നമ്മൾ ശ്രേണീകൃതമാണ് എന്ന് പറയുമ്പോൾ അല്ല എന്ന് പറയാൻ പലർക്കും തോന്നും. അല്ലാതെ ജന്മം കൊണ്ട് ഇപ്പൊ തന്നെ പറഞ്ഞത് കർമ്മം കൊണ്ട് ബ്രാഹ്മണനാകാം എന്നാണ്. ശ്രേണീകൃതമാണ് എന്നതിന് ഒരു സംശയവും ഇല്ല. ശ്രേണീകൃതമാണ് എന്നുള്ളത് നമ്മൾ പുരുഷ സൂക്തം നോക്കുമ്പോൾ ബ്രാഹ്മണോസ്യ മുഖമാസി ബാഹുരാജനകൃത ഒരു ദ്വൈശ്യ പദ്ഭ്യാം ശൂദ്രജായത എന്ന് പറയുന്ന ആ ഒരു പ്രമാണം തന്നെ അതിന് ശ്രേണി വ്യവസ്ഥ വെച്ചു. അപ്പോൾ അതിൽ എവിടെയാണ് നമ്മളും പറയാറുണ്ട് വേദത്തിൽ ഒരിക്കലും അങ്ങനെ കാണാൻ പറ്റില്ല. പിന്നെ എവിടെയാണ് കാണാൻ പറ്റുക? സ്മൃതികളിലൂടെ. സ്മൃതി വേദത്തെ അധികരിച്ചുണ്ടായതെന്നാണ് ഈ പറയുന്ന വിളംബരം പോലും പറയുന്നത്. ആ സ്മൃതികളിൽ വളരെ വ്യക്തമാണ്, ശ്രേണീകൃതമാണ്, ഉച്ചനീചത്വം ഉണ്ട്, കൃത്യമായ ബോധ്യമാണ്. ബ്രാഹ്മണന് കഴിക്കുന്ന ആ അവസ്ഥ അതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ശൂദ്രന് കഴിക്കുന്ന നിയമനീതി വ്യവസ്ഥ ഇതൊക്കെ നമുക്ക് സ്മൃതി പരിശോധിച്ചാൽ മനസ്സിലാവും. ഇനി അതല്ല, ഈ വേദങ്ങളെ തന്നെ സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പുരാണങ്ങൾ വ്യാസൻ ചമച്ചതെന്നാണ് പറയുക, ഇല്ലേ? അപ്പൊ ആ വ്യാസൻ രചിച്ചതായിരിക്കുന്ന പുരാണങ്ങൾ എന്നിട്ട് രോമഹർഷന് പറഞ്ഞു കൊടുത്തു, അതിലൂടെ പ്രചരിപ്പിക്കപ്പെട്ടു എന്നൊക്കെയാണ്. അതുപോലെ തന്നെയാണ് നൈമിശാരണ്യത്തിൽ വെച്ച് ഈ പുരാണങ്ങൾ പാരായണം ചെയ്യുന്ന കാണാൻ പറ്റും. ഇതിന് ഭക്തിപ്രധാനിയായിരിക്കുന്ന പുരാണമാണ് ഭാഗവത പുരാണം. ആ ഭാഗവത പുരാണത്തിൽ ഏകാദശ സ്കന്ധം 11ാം സ്കന്ധത്തിൽ സപ്തമധ്യായം 7ാമത്തെ അധ്യായത്തിൽ ഏകദേശം 15ാമത്തെ ശ്ലോകം എന്താണ് പറഞ്ഞു വെച്ചാൽ 13, 14, 15 ശ്ലോകങ്ങളിലാണ് ഈ വർണ്ണവ്യവസ്ഥയുടെ ആശ്രമങ്ങളുടെ ഏറ്റക്കുറച്ചിലുകൾ പറയുന്നുണ്ട്. അപ്പോൾ അതില് ഈ 15ാമത്തെ ശ്ലോകം വളരെ വ്യക്തമായി പറയുകയാണ്, വർണ്ണാനാം ആശ്രമാണാം ച ജന്മ ഭൂമി അനുസാരിണി ആസൻ പ്രകൃതയോ നടാം നീജോത്തമോത്തമ എന്നുള്ളത്. ഇതിന്റെ ഈ പറയപ്പെടുന്ന വിരാട് പുരുഷന്റെ ഏതേത് അംഗാവയവങ്ങളിൽ നിന്ന് ഏതേത് വർണ്ണങ്ങൾ ഉണ്ടായോ അതിന്റെ ആ ഉയർച്ച അനുസരിച്ച് ഇപ്പൊ മുഖത്തുനിന്ന് ബ്രാഹ്മണനുണ്ടായി, ഇല്ലേ? കൈകളിൽ നിന്ന് ക്ഷത്രിയനുണ്ടായി, തുടകളിൽ നിന്ന് വൈശ്യനുണ്ടായി, പാദങ്ങളിൽ നിന്ന് ശൂദ്രനുണ്ടായി എന്ന് പറയുമ്പോൾ ആ അംഗാവയവങ്ങൾ അനുസരിച്ച് മുഖം ഉത്കൃഷ്ടവും വെച്ചാൽ ബ്രാഹ്മണൻ ഉത്കൃഷ്ടവും അതുപോലെ തന്നെ ശൂദ്രൻ അതിന് ചോടെ. അതുകൊണ്ടാണ് ഇവിടെ എന്താ വെച്ചാൽ നീജോത്തമം നീചത്വം ഉണ്ട്, ശൂദ്രൻ നീചത്വം ഉണ്ട്. അപ്പൊ പഞ്ചമരെന്താണ് അതിലേറെ നീചരായി കിടക്കുന്നു എന്നുള്ളത് ഈ ഭാഗവത പുരാണം വ്യക്തമാണ്. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും തോന്നും ഇവിടെ തന്നെ കർമ്മം കൊണ്ട് ബ്രാഹ്മണനാകാന്ന പാലിയം വിളംബരം പറയുമ്പോൾ അവിടെ ജന്മത്തിന്റെ അടിസ്ഥാനത്തിലല്ല എന്ന് പാലിയം വിളംബരം പറഞ്ഞു വെക്കുമ്പോൾ അങ്ങനെയുണ്ടല്ലോ, എല്ലാവർക്കും കർമ്മബ്രാഹ്മണനായിക്കൂടെ എന്ന് ചോദിച്ചാൽ അപ്പോഴും ഈ ശ്രേണി വ്യവസ്ഥ അവസാനിക്കുന്നില്ല. നമ്മൾ ബ്രാഹ്മണനായാലും മറ്റവൻ ശൂദ്രനായിട്ട് തന്നെ തുടരുകയാണ്, നമ്മൾ സന്യാസിയായാലും മറ്റവൻ മോശക്കാരനായിട്ട് തന്നെ തുടരുകയാണ്. അപ്പൊ എന്താണ്? അപ്പൊ അവിടെയാണ് ഈ പറയപ്പെടുന്ന ആ ബ്രാഹ്മണ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപനയനം കഴിഞ്ഞാൽ ദ്വിജനാകും എന്നൊക്കെ പറയും. അതുപോലെ തന്നെ ബ്രാഹ്മണൻ ആർക്കും ആകാന്ന് പറയുമ്പോൾ സ്മൃതിയാണ് അടിസ്ഥാനമെങ്കിൽ സ്മൃതികൾ എന്താണ്? എല്ലാ സ്മൃതികളും ഇത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അപ്പൊ ആ സ്മൃതി പറയുന്ന എന്താണ്? ജന്മം തന്നെയാണ് ബ്രാഹ്മണ്യം എന്ന് ആ ഒരു വ്യവസ്ഥ പറയുന്നതാണ്. ഈ മനുസ്മൃതിയിൽ തന്നെ നമ്മളിതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. മനുസ്മൃതിയിൽ നമുക്ക് നോക്കി കാണാൻ പറ്റും, ഒരു കുട്ടി ജനിച്ചാൽ അവിടെ പറയുന്നത് എന്താ വെച്ചാൽ നാമധേയം ദശമ്യാം തു ദ്വാദശ്യാം വാസ്യകാരിയെ എന്ന് തുടങ്ങുന്ന ഒരു പ്രമാണമുണ്ട്. പക്ഷെ മനുസ്മൃതിയിൽ 2ാം അധ്യായത്തിൽ 30ാമത്തെ ശ്ലോകമാണ്. അതുപ്രകാരം കുട്ടി ജനിച്ച 10ാമത്തെ ദിവസം, 12ാമത്തെ ദിവസം, അതുപോലെ തന്നെ 16ാമത്തെ ദിവസം ഇങ്ങനെയൊക്കെ പേരിടണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ പേരിടുന്ന സമയത്ത് തന്നെയാണ് മംഗല്യം ബ്രാഹ്മണസ്യ ക്ഷത്രിയസ്യ ഫലാന്യുതം എന്നൊക്കെ തുടങ്ങുന്ന, അതുപോലെ തന്നെ എന്താ ശൂദ്രസ്യത്വ ജുഗുപ്സകം, ശൂദ്രനെ ജുഗുപ്സളവാക്കുന്ന അറപ്പ് വെറുപ്പുളവാക്കുന്ന പേരുകൾ നോക്കുന്നുണ്ട്. അപ്പൊ ഇത് തന്നെ മനുസ്മൃതി 2ാം അധ്യായത്തിൽ 31ാമത്തെ ശ്ലോകമാണ്. അപ്പൊ പേരിടുന്ന കാര്യം പറഞ്ഞു. ഇനി ഇവിടെയാണ് ബ്രാഹ്മണന്റെ പേരിനൊപ്പം നമ്മൾ ശർമ്മയും അല്ലെങ്കിൽ ക്ഷത്രിയപ്പം വർമ്മയെ കാണാറില്ലേ? ഇവിടെ പറയാണ് ശർമ്മ ബ്രാഹ്മണസ്യ രാജ്ഞോ രക്ഷാസമന്യുതം. അപ്പൊ മനസ്സിലാക്കൂ, 10ാമത്തെ ദിവസം 12ാമത്തെ ദിവസം പേരിടുമ്പോൾ ഉപനയനം കഴിഞ്ഞിട്ടില്ല. ഗർഭാധാമനം, പുംസവനം, സീമന്തോനയനം, ജാതകർമ്മം, അന്നപ്രാശം ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഉപനയനം വരുന്നത്. അപ്പൊ ഉപനയനത്തിന് മുമ്പേ ഒരു കുട്ടി ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ എന്ന് ഉറപ്പിച്ചല്ലോ. അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അപ്പൊ നമ്മൾ പറയും ഗുണകർമ്മ വിഭാഗശ എന്ന് പറയും. ഗുണത്തിന്റെയും കർമ്മത്തിലും എങ്ങനെയാണ് ഒരു കുട്ടി ജനിച്ച് 10ാമത്തെ ദിവസം ആ കുട്ടിയുടെ ഗുണം നമ്മൾ നിശ്ചയിച്ചത്? അപ്പൊ സ്വാഭാവികമായിട്ടും അത് ജന്മത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയല്ലേ ആയത്. അപ്പൊ അതുകൊണ്ട് ഇത്തരം വാദങ്ങൾ സ്വാഭാവികമായിട്ടും ഒരു തെറ്റിദ്ധാരണജനകമാണ്. അപ്പൊ അതുകൊണ്ട് കർമ്മബ്രാഹ്മണ്യം സ്മൃതി വേദത്തിന്റെ പാരമ്പര്യം പിൻപറ്റിനാണെങ്കിൽ വേദപ്രമാണം അനുസരിച്ച് പോകുന്നവരാണ് സനാതന ധർമ്മികമെങ്കിൽ, അതാണ് സനാതന ധർമ്മമെങ്കിൽ
സ്മൃതിയെ മാറ്റാൻ നമുക്ക് ആവില്ല. വേദപ്രമാണത്തെ അധികരിച്ചുകൊണ്ടാണല്ലോ സ്മൃതികൾ ഉണ്ടായിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാന തത്വം എല്ലാ സ്മൃതികളിലും ഈ പറഞ്ഞ ചാതുർവർണ്ണത്തിന്റെ വ്യവസ്ഥയിൽ മാറ്റിമറിക്കാൻ കഴിയില്ല. ഇപ്പോ ഈ പറഞ്ഞ ശ്രുതിയെ അടിസ്ഥാനമാക്കി, വേദങ്ങളെ അടിസ്ഥാനമാക്കി, ശ്രുതി എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളുടെ പാരമ്പര്യ ശ്രുതിയാണ് കേട്ട് പഠിക്കുന്നത്. എന്നാൽ വേദങ്ങളെ, ചതുർവേദങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് പോകണമെന്ന് കരുതുക. അപ്പൊ അതിൽ ചതുർവേദങ്ങളെ അടിസ്ഥാനമാക്കി പോകുന്നവരുടെ ഏറ്റവും വലിയ പ്രാമാണികതയും അല്ലെങ്കിൽ അവർ പരമാചാര്യനായിട്ട് കാണുന്നത് ശങ്കരാചാര്യ സ്വാമികളെയാണല്ലോ. ശങ്കരാചാര്യ സ്വാമികള് ഭാഷ്യം രചിച്ചു, ബ്രഹ്മസൂത്രം ഭാഷ്യം, ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം ബ്രഹ്മസൂത്രം ഭാഷ്യം രചിച്ച സമയത്ത് ശങ്കരാചാര്യ സ്വാമികൾ അപശൂദ്രാധികരണത്തിന്റെ ഭാഗമായിട്ട് ബ്രഹ്മസൂത്രം 36-ാമത്തെ സൂക്തം, 35, 36, 37 സൂത്രങ്ങളൊക്കെ അതിനെയൊക്കെ വ്യാഖ്യാനിക്കുന്ന സമയത്ത്, ഭാഷ്യം ചെയ്യുന്ന നേരത്ത്, വ്യാഖ്യാനിക്കാന്ന് പറയാൻ പറ്റില്ല, അപ്പൊ അതിനെയൊക്കെ വിശദീകരിക്കുന്ന നേരത്ത് ശങ്കരാചാര്യ സ്വാമികൾ 36-ാമത്തെ സൂത്രത്തിലൊക്കെ വളരെ വ്യക്തമായി പറഞ്ഞു വെക്കുന്നുണ്ട്. അവിടെ എന്താ വെച്ചാൽ ശൂദ്രശ്ച ചതുർത്ഥവർണ്ണ ഏകജാതി, ശൂദ്രൻ ഏകജാതിയാണെന്നും 4-ാമത്തെ വർണ്ണമാണെന്നും പറയുന്നുണ്ട്. എന്നിട്ട് എന്താണ്, ശൂദ്രേ സംസ്കാരം അർഹത, ശൂദ്രന് സംസ്കാരം, ഷോഡശ സംസ്കാരത്തിന് ഉപനയനത്തിനൊന്നും അർഹതയില്ല എന്ന് ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞു വെക്കുകയാണ്, അടിവരിട്ട് പറയുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇത്തരം സന്ദർഭങ്ങളിലാണ് നമുക്ക് ഉയർന്നു വരിക, ഈ വ്യാസഭഗവാൻ മുക്കുവസ്ത്രീയുടെ മകനല്ലേ, പിന്നെ വ്യാസനല്ലേ, അപ്പൊ ഈ വേദങ്ങളൊക്കെ ഉണ്ടാക്കിയതേ, അപ്പൊ പിന്നെ എങ്ങനെ ശരിയാവും, അപ്പൊ അത് നടന്നില്ലേ, ഇത്തരം ഒരു വാദങ്ങളൊക്കെ നമ്മൾ ഉന്നയിക്കും. ഇതൊക്കെ തെറ്റിദ്ധാരണാജനകമാണ്, തെറ്റിദ്ധരിപ്പിക്കുകയുമാണ്. വ്യാസന്റെ പിതാവ് പരാശരനാണ്, അമ്മ സത്യവതി, മത്സ്യഗന്ധി എന്ന് പറയും. പിതാവ് പരാശരനാവുമ്പോ ബ്രാഹ്മണനാണ് ഇല്ലേ. ഇനി സത്യവതി ആവുമ്പോൾ മുക്കുവന്റെ മകൾ, അതിരഥന്റെ മകളല്ല സത്യവതി. സത്യവതി അതിരഥൻ എടുത്തു വളർത്തിയ കുട്ടിയാണ്. സത്യവതി ദശോപചാരൻ എന്ന് പറയുന്ന രാജാവിന്റെ കുട്ടിയാണ്. അപ്പൊ വളർത്തച്ഛൻ മാത്രമാണ് അതിരഥൻ. അപ്പോ സ്വാഭാവികമായിട്ട് ബ്രാഹ്മണന് കുട്ടി ഉണ്ടായപ്പോൾ ബ്രാഹ്മണന്റെ കുട്ടിയായിരിക്കുന്ന കൃഷ്ണദ്വൈപായനാണ് വേദം പഠിക്കുന്നതും ചമയ്ക്കുന്നതും ഒക്കെ. ഇനി പരാശരന്റെ മാതാപിതാക്കൾ പറച്ചി പറ്റതല്ലേ എന്നൊക്കെ പറയുന്ന പല ആൾക്കാരുണ്ട്. പരാശരന്റെ അമ്മ അച്ഛൻ എന്ന് പറയുന്നത് ശക്തി മഹർഷിയും അദൃശ്യന്തി എന്ന് പറഞ്ഞ അമ്മയാണ്. ശക്തി മഹർഷിയുടെ പിതാവ് എന്ന് പറയുന്നത് വസിഷ്ഠനാണ്, അമ്മ അരുന്ധതിയാണ്. വസിഷ്ഠന്റെ പിതാവ് ബ്രഹ്മാവാണ്. ഈ വൈദിക ധർമ്മനീതി വിശ്വാസങ്ങൾ പ്രകാരം ബ്രാഹ്മണ പുത്രന്മാരാണ് ഇവരെല്ലാവരും. അതുകൊണ്ടാണ് വേദം പഠിച്ചത്. അല്ലാണ്ട് വേദം പഠിക്കാൻ പറ്റില്ല എന്നുള്ളത് ശങ്കരാചാര്യ സ്വാമികൾ തന്നെ സമർത്ഥിച്ചു വെക്കുന്നുണ്ട്. വിതുരൻ പഠിച്ചില്ലേ ശൂദ്രനല്ലേ വെച്ചാൽ അറിയാം, വ്യാസനുമായിട്ടുള്ള ബന്ധം എല്ലാവർക്കും അറിയാം, വ്യാസപുത്രൻ. ഇനിയിപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ ജാബാലനായാലും തന്നെ, ജാബാലൻ സത്യം പറയുമ്പോൾ ബ്രാഹ്മണ ബീജത്തിൽ നിന്നാണ് ഉണ്ടായതുകൊണ്ട് സത്യകാമ ജാബാലൻ, അല്ലാണ്ട് ശൂദ്രന് വേദം പഠിക്കാൻ പറ്റും. ഇതൊക്കെ ശങ്കരാചാര്യ സ്വാമികൾ ഭാഷ്യത്തിലൂടെ സമർത്ഥിക്കുകയാണ്. നമ്മളല്ലട്ടോ പറയുന്നത്, ഇതൊക്കെ ശങ്കരാചാര്യ സ്വാമികളാണ് പറയുന്നത്. ശൂദ്രന് പറ്റില്ല, വേദം പഠിക്കാൻ പറ്റില്ല എന്നുള്ളത്. പിന്നെ നിങ്ങൾ പറയാം, ഇപ്പൊ രാമായണം എഴുതിയത് വാത്മീകി അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വാത്മീകി തന്നെ കാട്ടാളനല്ലേ എന്ന് പറഞ്ഞതൊക്കെ ആദിവാസിയല്ലേ പറഞ്ഞത് ആദിവാസികളെ മോശപ്പെടുത്തുകയാണ്. അഗ്നിശർമ്മൻ എന്ന് പറയുന്ന ബ്രാഹ്മണൻ കാട്ടിൽ കയറിയിട്ട് കാട്ടിയ പേക്കൂത്താണ് ഈ പറയുന്ന രത്നാകരൻ്റെതായിരിക്കുന്ന ക്രൂരതകൾ. ബ്രാഹ്മണനാണ്, അല്ലാണ്ട് ബ്രാഹ്മണൻ കാട്ടിൽ കയറിയോണ്ട് ആദിവാസി ആവില്ല, ആദിവാസികൾ അങ്ങനെ ചെയ്യൂല കേട്ടോ. അപ്പൊ അതുകൊണ്ട് അതാണ് അതിന്റെ വ്യവസ്ഥ. ഇനിയിപ്പോ നമുക്ക് പാലിയം വിളംബരത്തിൽ പറഞ്ഞു വെച്ചാൽ എന്താണ്, ഷോഡശ സംസ്കാരം എല്ലാവർക്കും ആകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശങ്കരാചാര്യ പിൻപറ്റുന്നുണ്ടെങ്കിൽ അത് സാധ്യമല്ല. കാരണം ഇപ്പൊ ഇനിയിപ്പോ ബ്രഹ്മസൂത്രം ഭാഷ്യം, ശാങ്കരസ്മൃതി ഏതെടുത്താലും, പിന്നെ ഭഗവത്ഗീത ഭാഷ്യം എടുത്താലും ഒക്കെ ഇതിലൊക്കെ ഇതിനെക്കുറിച്ച് ശങ്കരാചാര്യ സ്വാമികൾ വളരെ വ്യക്തമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് സാധ്യമല്ല ഷോഡശ സംസ്കാരം. ഇപ്പൊ സാധ്യമാക്കി തന്നെ ഇരിക്കട്ടെ. അപ്പൊ ഇവിടെ എങ്ങനെയാ പോണത്, പൗരോഹിത്യം ചെയ്യണമെങ്കിൽ അശ്വലായന ഗൃഹ്യസൂത്രം പ്രകാരമുള്ള സമാവർത്തനാദി ഉള്ള കാര്യങ്ങളെല്ലാം ചെയ്യണം എന്നാണ്. അപ്പൊ രണ്ട് കാര്യം, അശ്വലായന ഗൃഹ്യസൂത്രം, സമാവർത്തനം, ഉപനയനത്തിലും കാര്യങ്ങൾ. എന്താണ് അശ്വലായന ഗൃഹ്യസൂത്രം? വൈദിക മതം അനുസരിച്ചിട്ട് സാധാരണഗതിയിൽ വേദത്തെ പഠിക്കുന്നതിന് ബന്ധപ്പെട്ട് ഋഗ്വേദി, യജുർവേദി, സാമവേദി, അഥർവവേദി എന്നിങ്ങനെയൊക്കെയാണ് അവരെ പറയുക. അതും തന്നെ അവർ ഋഷി പരമ്പരയുമായി ബന്ധപ്പെട്ടാണ് വരിക. ഓരോ ഋഷിയുടെ ഗോത്രത്തിനോട് ചേർന്നിട്ടാണ് വരിക. അങ്ങനെ മക്കൾ പേരക്കുട്ടികൾ ഇങ്ങനെ പറഞ്ഞ സംവിധാനമുള്ളത്. അപ്പോൾ അവരുടെ ആ പൂർവികനായിരിക്കുന്ന ഋഷിയെ ബന്ധപ്പെടുത്തി ആ ഋഷിയുടെ പേരോടുകൂടി ഗോത്രം എന്ന് പറയപ്പെടുന്ന രീതിയുണ്ട്. ഇപ്പോൾ പരാശര ഗോത്രം ഉണ്ടായിരിക്കാം, ഭരദ്വാജ ഗോത്രം ഉണ്ടായിരിക്കാം, അങ്ങനെ ഓരോ ഗോത്രങ്ങളാണ് പറയുക. അതാണ് ഗോത്ര അപ്പൊ അവരുടേതായിരിക്കുന്ന ഋഷി പരമ്പരയുടെ ഭാഗമായിട്ട് അവർ വിശ്വസിച്ചു പോകുന്ന സംവിധാനം ഗോത്രം എന്ന് പറയും. ഓരോ ഗോത്രത്തിനും അവരുടെ ജനിച്ചു മരിക്കുന്നത് വരെ വൈദിക മതം അനുസരിച്ചിട്ട് ഒരു ജീവിത ക്രമം പറയപ്പെട്ടിട്ടുണ്ട്.
അതെങ്ങനെയാ വെച്ചാൽ അതിനെയൊക്കെ പാടെ ചേർത്ത് വെച്ചാൽ ജീവിതക്രമത്തെ ചേർത്ത് വയ്ക്കുന്ന സംഹിതകൾക്കാണ്, അല്ലെങ്കിൽ ആ ഒരു വിധാനത്തിനാണ് പറയുന്നത്, പെട്ടിക്കാണ് പറയുന്നത്. പെട്ടി എന്ന കൂടിനാണ് പറയുന്നത് നമ്മൾ സൂത്രങ്ങൾ, അല്ലെങ്കിൽ ഗൃഹ്യസൂത്രങ്ങൾ എന്നാണ് പറയാം. അതും വിവിധ തരത്തിൽ ഗൃഹ്യസൂത്രങ്ങൾ, ഒരേ ആചാരക്രമമല്ല അവർക്കുള്ളത്, വ്യത്യസ്തമാണ്. അതിപ്പോൾ വന്ന അശ്വലായനമാണെങ്കിൽ കൗശീതകമുണ്ട്, ബൗധായനുണ്ട്, ഇങ്ങനെ വിവിധങ്ങളായിരിക്കുന്ന ജീവിതക്രമ വ്യവസ്ഥയുണ്ട് വൈദിക മതം അനുസരിച്ചിട്ട്. അപ്പൊ അതിനെയാണ്, അപ്പൊ അതിൽ ഒന്നാണ് അശ്വലായനം. അതനുസരിച്ചുള്ള കാര്യങ്ങൾ നടത്തിയാൽ മതി എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ വൈദിക മതത്തിലെ ഒരു വിഭാഗത്തിന്റെ ആചാരം, എല്ലാതും അതല്ലാന്ന് ആദ്യം വ്യക്തമാക്കി കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ. ഇനി എന്താണ് സമാവർത്തനം? ഉപനയനം കഴിഞ്ഞാൽ വൈദിക മതം അനുസരിച്ച് അവരുടെ രീതിക്ക് നമ്മൾ പറഞ്ഞു, ജനിച്ചു കഴിഞ്ഞാൽ തന്നെ കുട്ടിക്ക് പേരിട്ട് ബ്രാഹ്മണനാണോ ക്ഷത്രിയനാണോ ഉറപ്പിച്ച്, ശൂദ്രനൊക്കെ ഉറപ്പിച്ചു കഴിഞ്ഞു. ജനിച്ചപ്പോൾ തന്നെ ആയി എന്നുള്ള സ്മൃതി നോക്കിയപ്പോൾ മനസ്സിലായി. ഇനി അതിനുശേഷം കുട്ടി ഉപനയനം കഴിഞ്ഞ കുട്ടികൾ ത്രൈവർണികർ എന്നാ പറയാം. കാരണം ശൂദ്രൻ എന്താണ്? ഏകജാതി സംസ്കാരം അർഹതി എന്ന് ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞ സ്ഥിതിക്ക് ശൂദ്രൻ എന്തായാലും സംസ്കാരകർമ്മല്ല, ദാസ്യവൃത്തി തന്നെ ചെയ്തിട്ട് ജനിച്ച് അങ്ങനെ പോയി ബ്രാഹ്മണർക്കും മറ്റു വർണ്ണക്കാർക്കും അടിമപ്പണി ചെയ്ത് മരിച്ച് പിന്നെ വരുമ്പോൾ മറ്റ് വർണ്ണങ്ങളിലേക്ക് ജന്മം കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് ബ്രാഹ്മണ ജന്മത്തിലേക്ക് കയറി മോക്ഷം നേടാം എന്നുള്ളതാണ് ശരിക്കും കർമ്മസിദ്ധാന്തം. അല്ലാണ്ട് പറ്റില്ല. സ്വന്തം ആ ധർമ്മത്തിന് വ്യതിചലിച്ചാലോ പരധർമ്മോ ഭയാവഹ, ചെയ്യാൻ പാടില്ല എന്ന് കൃഷ്ണൻ പറയുന്നതായിട്ട് നിങ്ങൾക്ക് ബ്രഹ്മസൂത്രം വ്യാഖ്യാനങ്ങൾ, ഇപ്പോഴുള്ള വ്യാഖ്യാനമല്ല, അടിസ്ഥാനപരമായിട്ടുള്ള അതിന്റെ ഭാഷ്യങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ സ്വധർമ്മം എന്ന് പറയുന്നത് ശൂദ്രനായ ശൂദ്രന്റെ കർമ്മം തന്നെ ചെയ്യുക എന്നുള്ളതാണ്. ഇനിയിപ്പോൾ വർണ്ണത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിലോ സാത്വിക രാജസിക ഭാവത്തിൽ ആ പറയുന്ന ഗുണത്തിലാണല്ലോ വർണ്ണം പറയുന്നത്. ഒരു വ്യക്തിയുടെ ഗുണം ശാശ്വതമായി നിലനിൽക്കുമെന്ന് നിങ്ങൾ പറയും. ഇപ്പൊ ജനിച്ച കുട്ടിക്ക് തന്നെ പേര് നിശ്ചയിച്ച സ്ഥിതിക്ക് എന്ത് ഗുണത്തിന്റെ അടിസ്ഥാനത്തിലാണ്? അപ്പൊ പിന്നെ എല്ലാവരും സാത്വികരല്ലേ ജനിച്ചു കഴിഞ്ഞാൽ? ആർക്കാണ് രാജസികതയും താമസികതയും ഉള്ളത്? എല്ലാവർക്കും സാത്വികതയാണല്ലോ. നിങ്ങൾ പറയുന്ന സാത്വികതയാണല്ലോ, ഒതുങ്ങി കിടക്കല്ലേ, ചിരിച്ച് കളിച്ച് കിടക്കല്ലേ. അപ്പൊ പിന്നെ എന്തുകൊണ്ടാ പേരെങ്ങനെ വന്നത്? ഇനി അല്ല വളർന്നിട്ടാണെങ്കിൽ പോലും എങ്ങനെയാണ് 10 വയസ്സുള്ള 15 വയസ്സ് ഉപനയനം ചെയ്യുമ്പോൾ ഉള്ള സ്വഭാവമാണോ വൈകിട്ട്? ഇനി അല്ല ഒരാൾ ബ്രാഹ്മണ വർണ്ണത്തിലേക്ക് വന്നു, അയാളുടെ എപ്പോഴും സാത്വിക സ്വഭാവത്തിലാണോ നിൽക്കുന്നത്? സന്യാസിമാർ തന്നെ എന്തൊക്കെ വീരവാദങ്ങളും പറയുന്നുണ്ട്, എന്തൊക്കെ കേസ് ഉൾപ്പെടുന്നുണ്ട്, സാത്വികതയിലാണോ നിൽക്കുന്നത്? അപ്പൊ അതൊരു ശാശ്വതമായ കാര്യമല്ല. അതുകൊണ്ട് തന്നെ ശാശ്വതമല്ലാത്ത ഈ കാര്യം ശാശ്വതമാണെന്ന് പറയുന്നതാണ് വേദമെങ്കിൽ ആ വേദത്തിന് എന്ത് പ്രാമാണികത എന്ന് നമ്മൾ പറയുന്നില്ല. സ്വയം ചിന്തിക്കുക. മറ്റു മതങ്ങളെയൊക്കെ ആക്ഷേപിക്കാറുണ്ടല്ലോ, സ്വയം വിചാരം ചെയ്യും. അപ്പൊ ഇവിടെ ഉപനയനം നമ്മൾ വേദം പഠിച്ചുറപ്പിച്ച് അതിനുശേഷം അടുത്ത ഉപനയനം നമുക്ക് ബ്രഹ്മചര്യ ആശ്രമമാണ്, പഠിക്കുന്ന കാലഘട്ടമാണ്. ഇപ്പൊ നമ്മൾ സാധാരണ പ്രാഥമിക വിദ്യാഭ്യാസം SSLC കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടില്ലേ? പണ്ട് അങ്ങനത്തെ ഒരു വിധാനം ഇല്ല. വേദപഠനം കഴിഞ്ഞാൽ അടുത്ത ഗൃഹസ്ഥാശ്രമത്തിലേക്ക് കടന്നു പോകുമ്പോൾ നമ്മളുടെ ഗുരുകുലത്തിൽ നിന്ന് നമ്മളെ പറഞ്ഞയക്കുന്ന ഒരു ചടങ്ങുണ്ട്. വേദപഠനം പൂർത്തീകരിച്ചു എന്നതിൻ്റെ ഒരു ചടങ്ങ്. ആ പ്രാഥമിക പഠനം കഴിഞ്ഞ ആ ചടങ്ങിനെ വിളിക്കുന്ന പേരാണ് സമാവർത്തനം. അതും ഓരോരോ വേദക്കാർക്കും അല്ലെങ്കിൽ ഓരോരോ സൂത്രക്കാർക്കും വ്യത്യസ്തമായിട്ടുള്ള ആചാരങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ പഠനം കഴിഞ്ഞ ആളുകളാണ് പോകുന്നത്. അത്തരം ആളുകൾക്കാണ് പൗരോഹിത്യത്തിന് അധികാരമുള്ളൂ. അങ്ങനെ വരുന്നവർക്കാണ് ബ്രാഹ്മണനാകാൻ പറ്റൂ എന്നാണ് ഇവിടെ പാലിയം വിളംബരം പറഞ്ഞു വെക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇത് എന്താണ്? വൈദിക മതം അനുസരിച്ച് പോകുന്ന ആളുകളുടെ ജീവിതക്രമമാണെന്ന് വളരെ വ്യക്തമാണ്. എന്നാൽ വൈദികം മാത്രമാണോ ശ്രുതി? അല്ല, ശ്രുതിശ്ച ദ്വിവിധ വൈദികീ താന്ത്രിക എന്നാണ്. വേദവിധി പ്രകാരമുള്ള കാര്യങ്ങളുണ്ട്, ശ്രുതി കേട്ട് പഠിക്കുന്ന രീതിയുണ്ട്, ഈശ്വരനെ കുറിച്ച് അറിയാം. അതുപോലെ തന്നെയാണ് തന്ത്രശാസ്ത്രവും ഈശ്വരനെ കുറിച്ച് പഠിക്കാനുള്ളതാണ്. അപ്പൊ ചതുർവേദങ്ങളുമായി ബന്ധപ്പെട്ട വൈദിക മതക്കാർക്ക് ചാതുർവർണ്ണ വ്യവസ്ഥയുണ്ടെങ്കിൽ തന്ത്രം കുലധർമ്മത്തിലാണ്, കുലദേവതയുമായി ബന്ധപ്പെട്ടൊക്കെയാണ് വരിക. ഗോത്രദേവത കുലദേവതയുമായി ബന്ധപ്പെട്ട വരിക. അവിടെ എന്താണ്? ഗതം ശൂദ്രസ്യ ശൂദ്രത്വം വിപ്രസ്യാപീച്ച വിപ്രത ദീക്ഷാ സംസ്കാര സമ്പന്നേ ജാതിഭേദന വിദ്യതയെന്നാണ്. ഇവിടെ ഷോഡശ സംസ്കാരം ഇല്ല, ഉപനയന സംസ്കാരം ഇല്ല. മന്ത്രോപദേശം അച്ഛനിൽ നിന്നോ ഗുരുവിൽ നിന്നോ അമ്മാവിൽ നിന്നോ എവിടുന്നെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അതോടുകൂടിയിട്ട് അധികാരിയാവുന്ന സിദ്ധാന്തമാണ് ഇവിടെ ഉള്ളത്. അതോടുകൂടി എന്താവും? ആളുടെ ഇനിയിപ്പോൾ വർണ്ണത്തിൽ തന്നെ ആരെങ്കിലും കയറി വന്നാലും വർണ്ണം ഇല്ലാണ്ടാവും. അപ്പൊ അതൊരിക്കലും വർണ്ണ വ്യവസ്ഥയുടെ ഭാഗമല്ല. അതുകൊണ്ട് ഉപനയനാദി കാര്യങ്ങൾ ഒരു നിർബന്ധ അടയാളങ്ങളല്ല, അറിവ്. ദീക്ഷ എന്ന് പറഞ്ഞാൽ നോട്ടം, അറിവ്, ഗുരുവിൽ നിന്ന് അറിവ് ലഭിക്കുക എന്ന് മാത്രമാണ്, അറിവ് മാത്രമാണ്. അപ്പൊ തന്ത്രപാരമ്പര്യം. ഇപ്പൊ നമ്മൾ ഇവിടുത്തെ ഈ നമ്പൂതിരി ബ്രാഹ്മണർ അല്ലെങ്കിൽ ഇപ്പോൾ തമ്പുരാന്മാർ എന്ന് പറഞ്ഞാൽ ക്ഷത്രിയ വിഭാഗക്കാർ, കച്ചവടക്കാർ, ഇങ്ങനെയൊക്കെ ആളെ ശൈവർണികരുണ്ടല്ലോ. ഇനി അല്ല ശൂദ്രന്മാരാണെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓക്കെ ഇരിക്കട്ടെ. അതല്ലാത്ത കുറെ ആളുകളുണ്ടല്ലോ. ഇപ്പൊ നമ്മുടെ പാരമ്പര്യം, നമ്മുടെ ജന്മ പാരമ്പര്യം എടുക്കാം. നമ്മുടെ അച്ഛന്റെ പാരമ്പര്യം എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ ഇത്തിരി വ്യവസ്ഥ ആണ്. ഒന്നുകിൽ ഇല്ലങ്ങൾ, ഇല്ലെന്ന് പറഞ്ഞാൽ ഈ ബ്രാഹ്മണരുടെ ഇല്ലം വ്യവസ്ഥയല്ല, തറവാട് വ്യവസ്ഥയ്ക്കാണല്ലോ ഇല്ലങ്ങൾ. അതുപോലെ തന്നെ നമ്മൾ പറയുക തറവാട്, ഇത്തരം പേരുകളാണ് പറയുക. ഇപ്പൊ നമ്മുടെ ഒരു സംവിധാനത്തിൽ വർണ്ണങ്ങൾ പറയുന്ന ക്ഷത്രിയ വൈശ്യ ശൂദ്ര ഇല്ല, ഗോത്രമില്ല, സൂത്രങ്ങളും ഇല്ല. എന്നാലും ജീവിതക്രമമുണ്ട്, നിഷ്ഠയുമുണ്ട്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ നമ്മളൊക്കെ പറയും എന്താ വെച്ചാല് ഈ മുത്തന്മാര് തറവാട് എന്നാ പറയും. മുത്തന്മാര് മുത്തന്മാര്
അതുപോലെ തന്നെ കണ്ണവന്മാർ, കാരണവന്മാർ, അതുപോലെ തന്നെ വാലിയക്കാർ, ഇങ്ങനെ ഒരു സംവിധാനമാണ് ഈ വ്യവസ്ഥയിലുള്ളത്. അപ്പൊ ഇവിടെ ആ ഒരു പറയുന്ന ഷെഡ്യൂൾ കാസ്റ്റ് വ്യവസ്ഥയിൽ തന്നെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഇതുപോലെ തന്നെയാണ് ട്രൈബ് ആദിവാസി വ്യവസ്ഥയിൽ ഇങ്ങനെ ഒരു കാര്യമുണ്ട്. ഇതുപോലെ തന്നെ പിന്നെ തീവ്രവാദി സമൂഹങ്ങൾ ഇങ്ങനത്തെ വ്യവസ്ഥയുണ്ട്, നായന്മാരിലും ഇങ്ങനത്തെ വ്യവസ്ഥയുണ്ട്. അതായത് വർണ്ണബാഹ്യരായിരിക്കുന്ന എല്ലാവർക്കും ചില വ്യവസ്ഥകളുണ്ട്, വിശ്വാസങ്ങളുടെ ക്രമങ്ങളുണ്ട്. അത് ഒരിക്കലും തന്നെ ചതുരാശ്രമങ്ങളുമായും ചാതുർവർണ്ണയായിട്ട് ബന്ധപ്പെട്ടതല്ല. അവർക്കാണെങ്കിലോ അവർ കൃത്യമായിട്ട് കുലദേവത, ഈശ്വര പൂജനം, ഈ പറയപ്പെടുന്ന ഇന്ന് കാണുന്ന ക്ഷേത്രപൂജ എന്ന് പറയുന്നത് ബ്രാഹ്മണരുടെ ആചാരമല്ല. ബ്രാഹ്മണൻ എങ്ങനെ, ബ്രാഹ്മണനെ വിശേഷിപ്പിക്കുക തന്നെ പലപ്പോഴും വിപ്രൻ എന്നാണ് പറയുക. വിപ്രൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? വിപ്രൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ നമ്മൾ ഭവേദ് വിപ്ര, വേദം പഠിക്കുന്നവരെ അങ്ങനത്തെ ആൾക്കാരെ വിപ്രൻ എന്ന് പറയാം. നമ്പൂതിരി എന്ന് പറഞ്ഞാൽ വേദം പൂരേതി നമ്പൂതിരി എന്നാ പറയാം. വേദവുമായി സംബന്ധിയാണ്. അവരുടെ ആരാധന എന്തിലാണ്? അഗ്നൗദിഷ്ടതി വിപ്രാണാം, അഗ്നിയിലാണ് ആരാധന. അഗ്നി എന്ന് പറഞ്ഞാൽ യാഗയജ്ഞം. ഏകദേശം അഗ്നിഹോത്രം തുടങ്ങിയിട്ട് വലിയ യാഗങ്ങൾ, അതിരാത്രം പോലെയുള്ള മഹായാഗങ്ങൾ, സോമയാഗം പോലെയൊക്കെ 10-21 യാഗങ്ങളുണ്ട്. അതാണ് അവരുടെ ക്രിയ, അതാണ് അവരുടെ ലോകം. അതിനെയാണ് അവർ യജ്ഞങ്ങൾ എന്ന് വിളിക്കുന്നത്. യജ്ഞം, യാചനം എന്നൊക്കെ പാണത് അതിനെ കുറിച്ചിട്ടൊക്കെയാണ് പാണത്, അല്ലാണ്ട് വിഗ്രഹാരാധനയല്ല. വിഗ്രഹാരാധന ശൂദ്രശാസ്ത്രമായിട്ടാണ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്. എന്നുവെച്ചാൽ പറയാൻ കാരണം എന്താണ്? പ്രതിമാസുൽബുദ്ധീന. അപ്പോൾ ഇത് നമ്മൾ മാത്രമല്ല, ആര്യസമാജം വേദത്തെ അടിസ്ഥാനമാക്കിയിട്ട് തന്നെ ഹിന്ദുക്കൾ പോകണമെന്നാണ്. ആര്യസമാജി ആയിരിക്കും ദയാനന്ദ സരസ്വതി വിഗ്രഹം പറഞ്ഞിട്ടേ ഇല്ല, വിഗ്രഹാരാധന ഇല്ല എന്നാണ്. പിന്നെ വേദം തന്നെ പ്രമാണമുണ്ട്. തസ്യ പ്രതിമാസ്തി, ഈശ്വരന് പ്രതിമ ഇല്ല എന്ന് പറയണം. വേദം പണെങ്കിൽ ഇത് വേണം, പ്രതിമാരാധന ഉള്ളത് കൊണ്ടല്ലേ. ഇപ്പൊ ശൂദ്രശാസ്ത്രം എന്ന ബ്രാഹ്മണാദികൾ വിളിച്ചിരുന്ന ശാസ്ത്രം തന്ത്രശാസ്ത്രമാണ്. അത് ചെയ്തിരുന്നത് ആരാ? ഈ ബ്രാഹ്മണ ത്രൈവർണിക ചാതുർവർണ്ണ വ്യവസ്ഥയ്ക്ക് പുറത്തുള്ളവരാണ്. ശൂദ്രാദി, അവരെ കൂട്ടത്തിൽ പറഞ്ഞ ശൂദ്രാദി. പിന്നെ പഞ്ചമർക്കാണെങ്കിൽ പൂർണ്ണമായിട്ടും വർണ്ണബാഹ്യരാവുന്നത് വർണ്ണത്തെ അംഗീകരിക്കാത്തവരുടെ തന്ത്രപാരമ്പര്യമാണ്. വർണ്ണബാഹ്യർ എന്ന് പറഞ്ഞാൽ പഞ്ചമർ അല്ലെങ്കിൽ അവർണർ എന്നൊക്കെ പറഞ്ഞാൽ തന്ത്രപാരമ്പര്യം പിൻപറ്റിയവരാണ്. ഇവര് വിഗ്രഹത്തെ ആരാധിക്കുന്നവർ. അപ്പോൾ ക്ഷേത്ര പൂജ, വിഗ്രഹാരാധന, ഇതുമായി റിലേറ്റഡ് എല്ലാ കാര്യങ്ങളും ഭൂരിപക്ഷ ഹൈന്ദവരുടെയാണ്. അവർക്ക് ഒരു ക്ഷേത്രത്തിലെ പൗരോഹിത്യം വഹിക്കാൻ അശ്വലായന ഗൃഹ്യസൂത്ര പ്രകാരമുള്ള സമാവർത്തനം കഴിയണം. അവന്റെ കർമ്മം കൊണ്ടെങ്കിലും ബ്രാഹ്മണനാകണം എന്ന് പറയുമ്പോൾ ഈ ഒരു വിളംബരം ആഹ്വാനം ചെയ്യുന്നത് എന്താണ്? നിങ്ങൾ ബ്രാഹ്മണ മതത്തെ സ്വീകരിക്കണം, ബ്രാഹ്മണ മതം ഹിന്ദു മതത്തിന്റെ മുഖമുദ്രയാകണം, സ്മൃതിയെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു സംവിധാനത്തിലാകണം, അതിൽ ശ്രേണീകൃത വ്യവസ്ഥ വരണം എന്നല്ലേ. അതല്ലാണ്ട് എന്താണ്? എന്നിട്ട് അതിൽ പറഞ്ഞു വെക്കുന്നത് എന്താ? ഇവിടെ ആചാര്യന്മാരും തന്ത്രിമാരും പണ്ഡിതന്മാരും ചേർന്നിരുന്നു എന്നാണല്ലോ പറയുന്നത് കൂടാൻ വേണ്ടി. ഇതുമായി ബന്ധപ്പെട്ടു ഇന്നും ചിലപ്പോൾ ജീവിച്ചിരിക്കുന്ന ആളുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ ചരിത്ര രേഖകൾ ഉണ്ടാവും. നമുക്ക് ഇതിനെ സംഘടിപ്പിച്ച സംഘാടകരോടും ഒക്കെ ചോദിക്കാനുള്ള ഒരു ചോദ്യം, ഈ കൂടിയിരുന്നത് ഇപ്പൊ നമ്മളുടെ പാരമ്പര്യം, നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള തന്ത്രപാരമ്പര്യമുള്ള മലബാര കൗള ആചാര പാരമ്പര്യമുള്ള മാതൃപിതൃ പരമ്പരയിൽ നിന്ന് വന്നതാണ് നമ്മൾ. നമ്മുടെ തറവാട്ടിൽ നിന്ന് ആരും വിളിച്ചായിട്ട് നമുക്കറിയില്ല. ഞങ്ങൾ ഇപ്പോഴും പണ്ടും ഞങ്ങൾ മറ്റൊരു കുടുംബത്തിലും മറ്റുള്ളതായിട്ട് തന്ത്രം ചെയ്തു വരുന്ന ആളുകൾ തന്നെയാണ്, പലവാര കർമ്മത്തിലും മറ്റുള്ളതിലും ഒക്കെ ആയിട്ട്. ഇത് പറഞ്ഞപ്പോൾ തന്നെയാണ് നമുക്ക് ഏറ്റവും എല്ലാവർക്കും അറിയാൻ പറ്റും, കൊടുങ്ങല്ലൂരിലെ കീഴ്ക്കാവ് അല്ലെങ്കിൽ മൂലസ്ഥാനം എന്നറിയപ്പെടുന്ന വള്ളുവന്റെ കാവ്, പുലയക്കാവ്. അവിടെ എത്ര വർഷങ്ങളായി അവിടുത്തെ ഒരു പ്രതിനിധി ഉണ്ടായിരുന്നു ഈ ഒരു താന്ത്രികന്മാരുടെ അല്ലെങ്കിൽ വൈദികന്മാരുടെ പണ്ഡിതന്മാരുടെ സദസ്സിൽ. ഇതുപോലെ തന്നെയാണ് 1987 പാലിയം വിളംബരം വരുന്നത്. എന്നാൽ 70കളിലെ കേരളത്തിൽ ദേവസ്വം ബോർഡിൽ, പ്രത്യേകിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ 10 അബ്രാഹ്മണരെ, ജാതി ബ്രാഹ്മണന്റെ ബ്രാഹ്മണില്ല, ജാതി ബ്രാഹ്മണനേ ഉള്ളൂ പ്രമാണങ്ങൾ പ്രകാരം, കർമ്മബ്രാഹ്മണി വെറുതെ പറയുകയാണ്, എന്തായാലും ആവട്ടെ, ഇങ്ങനെയുള്ള 10 അബ്രാഹ്മണരെ ക്ഷേത്ര ശാന്തിക്കാരായിട്ട് നിയമിക്കുകയുണ്ടായി. അതിൽ പരമു എന്നൊരു പുലയനും ഉണ്ടായിരുന്നു 70കളിൽ. അങ്ങനെയാവുമ്പോൾ ആ 70ൽ നിയമനം കിട്ടിയ പരമോനി ശാസ്ത്രത്തെ കുറിച്ച് അറിയുള്ളൂ. ആ പരമു, പുലയനായിരിക്കുന്ന ആ പരമോ അല്ലെങ്കിൽ മറ്റ് അബ്രാഹ്മണരോ നിങ്ങളുടെ ഈ ഒരു മീറ്റിങ്ങിൽ, ഈ ആചാര്യന്മാരും പഠിത്തന്മാരും മീറ്റിങ്ങിൽ ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ഇപ്പോൾ വടക്കൻ കേരളത്തിലാണെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് തെയ്യം ആചാര്യന്മാരുണ്ട്, അത് തന്ത്രയാണ്. കൂടാതെ തന്നെ നമുക്ക് തെയ്യ വംശങ്ങൾ, ഈഴവംശം ഇവരൊക്കെ ഉണ്ട്. ഇതിൻ്റെയൊക്കെ മഹാകാവുകളും ഉണ്ട്, ഒരുപാട് കാവുകളും അത് ഭഗവതി കാവുകളൊക്കെ ഉണ്ട് അല്ലേ. അപ്പൊ അത്തരമുള്ള ആളുകളൊക്കെ ഈ പറയുന്ന ഇതിൻ്റെയൊക്കെ പ്രതിനിധികൾ ഈ സംഗമത്തിൽ ഉണ്ടായിരുന്നു. ഇല്ല, ഈ ആറാം തമ്പുരാൻ സിനിമയിൽ പറഞ്ഞ പോലെ അപ്പനും ചെറിയച്ഛനും സുഭദ്രയുമാണ് ട്രസ്റ്റ് എന്ന് പറഞ്ഞ പോലെ ഈ കുറച്ച് നമ്പൂതിരിമാരും ഈ ക്ഷത്രിയ വംശത്തിലെ കുറച്ച് തമ്പുരാൻ എന്ന് വിളിക്കുന്ന ആളുകളും കൂടി ഇരുന്നിട്ട്, നിങ്ങൾക്ക് അമ്പലം പൂജിക്കണം, അമ്പലത്തിൽ കയറി പൂജിക്കണമെങ്കിൽ, ക്ഷേത്രപൂജ ചെയ്യണമെങ്കിൽ, വിഗ്രഹാരാധന നടത്തണമെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ മതം സ്വീകരിച്ചാൽ മതി, അതുകൊണ്ട് അത് ഞങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഒരു സംഭവത്തെ, ബ്രാഹ്മണരുടെ ഔദാര്യത്തെ ഹിന്ദുക്കളെയൊക്കെ ക്ഷേത്രത്തിൽ കയറ്റി എന്നൊരു വ്യവസ്ഥ കൊണ്ടുവരുമ്പോൾ എന്താണ് നിങ്ങൾ പറയാൻ ശ്രമിക്കുന്നത്? ബ്രാഹ്മണരുടെ ഔദാര്യമാണ് ഇതെല്ലാം, അവർ നിങ്ങൾക്ക് ഔദാര്യം ചെയ്തു. സത്യത്തിൽ ഇതാണോ വേണ്ടത്?
താന്ത്രികന്മാരാണെങ്കിൽ തന്ത്രപാരമ്പര്യമുള്ളവരെ ചേർന്നിരിക്കണം, വൈദികന്മാരും ചേർന്ന് സമവായത്തിൽ എത്തുകയല്ലേ വേണ്ടേ. പക്ഷെ അതല്ല ഉണ്ടായത്. ഈ വൈദിക പാരമ്പര്യമുള്ള ആളുകളുടെ ഔദാര്യവും അവരുടെ മതവ്യവസ്ഥ, വൈദിക മതവ്യവസ്ഥ മറ്റു ഭൂരിപക്ഷ ഹൈന്ദവരിലേക്ക് കെട്ടിവെച്ച് ശ്രേണീകൃതമായിരിക്കുന്ന ഈ വർണ്ണാശ്രമത്തെ കൂടുതൽ ഊട്ടി ഉറപ്പിക്കുന്ന ഒരു സംവിധാനമാക്കുകയാണ് പാലിയം വിളംബരം ചെയ്തത്. അതുകൊണ്ട് എന്താ ഉണ്ടായത്? അതുകൊണ്ട് ഇന്നും ക്ഷേത്രങ്ങളിൽ കാര്യത്തോടടുക്കുമ്പോൾ ഹൈന്ദവ സംഘടനകൾക്ക് പോലും ജന്മബ്രാഹ്മണ്യം തുളുമ്പുന്ന ആളോട് പ്രത്യേക ഒരു സ്നേഹമുണ്ട്. കാരണം അവരുടെ ശാസ്ത്രമല്ലേ ഇവർ പഠിച്ച, ഇവരുടെ രീതിയല്ലേ എന്നാണ് പലപ്പോഴും ചോദ്യം വരും. അത് അവരിൽ നിന്നല്ലേ നിങ്ങൾ പഠിച്ചത്? അങ്ങനെയല്ല, നമ്മളൊക്കെ നൂറ്റാണ്ടുകളുടെ പഴക്കണ്ടേന്ന് പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങളൊക്കെ തന്ത്ര ചെയ്യുന്നവരാണ്. ഇതിപ്പോൾ വേദസൂക്തങ്ങൾ ദേവസ്വം ബോർഡ് ക്ഷേത്രത്തിലുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വേറൊരു മാറ്റില്ല. ബാക്കി തന്ത്രമൊക്കെ ഈ പാരമ്പര്യങ്ങളുടെയാണ്. അപ്പൊ ഈ പാരമ്പര്യം എടുത്ത് ഈ പറഞ്ഞ വർണ്ണാശ്രമങ്ങൾക്ക് ചെയ്യാമെങ്കിൽ വർണ്ണാശ്രമങ്ങളുടെ സൂക്തങ്ങൾ നമുക്ക് ഉപയോഗിക്കാമല്ലോ. അത് പൂണൂലിന്റെ പിൻബലത്തിലായിരിക്കരുത്. പിന്നെ അതുപോലെ തന്നെയാണ് നിങ്ങളെ ഇപ്പോൾ ക്ഷേത്രത്തിലേക്ക് പ്രവേശിപ്പിച്ചത് ഈ പറയുന്ന പാലിയം വിളംബരത്തിന്റെ ഭാഗമായിട്ടാണെന്ന് പറഞ്ഞ കുറേ ആൾക്കാർ നമ്മൾ കാണുന്നുണ്ടായി. ഒന്ന് ആലോചിച്ച് നോക്കൂ. പാലിയം വിളംബരം ഉണ്ടാകുന്നതിന് മുമ്പേ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിയമനം നടന്നു ചരിത്രപരമായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പ്രാക്കുളം ഭാസിയാണ് അന്നത്തെ തിരുവിതാംകൂറിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. അദ്ദേഹം NCP കാരനാണ്. അതുപോലെ തന്നെ ആ കാലത്ത് രാഷ്ട്രീയ പാർട്ടി ഇവിടെ ഭരിക്കുന്ന പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസും CPIയും ചേർന്നിട്ടുള്ള അച്യുതമേനോൻ സർക്കാരാണ് അന്ന് ഭരിക്കുന്നത്. ആ സമയത്താണ് നടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പാലിയം വിളംബരത്തിന്റെ ഭാഗമായിട്ടാണോ? അല്ല. പാലിയം വിളംബരത്തിന്റെ ഭാഗമായിട്ടല്ല ഇവിടെ ക്ഷേത്രപ്രവേശനം നടക്കുക. ക്ഷേത്രത്തിലെ പൂജയ്ക്ക് പ്രവേശിപ്പിക്കുന്നത് അവിടെ അതിന് പ്രധാന കാരണം ഇന്ത്യൻ ഭരണഘടനയാണ്. ഇന്ത്യൻ ഭരണഘടന ഉള്ളത് കൊണ്ട് മാത്രമാണ് നമുക്ക് ക്ഷേത്രത്തിലേക്ക് പൂജയ്ക്ക് കയറാൻ പറ്റുന്നത്. കാരണം നമ്മൾ ഒരാളെ ക്ഷേത്രത്തിലേക്ക് നിയമിക്കുന്ന സമയത്ത് 98 കാലഘട്ടം നിയമിക്കുന്ന സമയത്ത് ഈ നമ്പൂതിരിമാരിനെ കോടതിയിൽ പോയിട്ടുണ്ട്, അമ്പലം നശിക്കുന്നുണ്ട്. ഇത് ഇപ്പോൾ പ്രസന്റിൽ പോലും തന്ത്രി സമാജക്കാര് മറ്റുള്ള സമുദായങ്ങൾ ക്ഷേത്രത്തിലേക്ക് കയറിയാൽ ക്ഷേത്രം അശുദ്ധാവെന്ന് പറഞ്ഞപ്പോൾ ഒരു ഹൈന്ദവ സംഘടന രംഗത്ത് വന്നില്ല. വർണ്ണം കർമ്മം കൊണ്ട് സ്വീകരിക്കാമെങ്കിൽ ഇവർ ഉയർത്തുന്ന വാദങ്ങൾക്കെതിരെ ഇവർ രംഗത്ത് വരണ്ടേ? ഇവർ രംഗത്ത് വരുന്നില്ല. അപ്പോൾ ഈ കർമ്മമാണ് ശ്രേഷ്ഠമെങ്കിൽ ജന്മവാദത്തെ എപ്പോഴും എതിർത്തുകൊണ്ട് രംഗത്ത് വരണം. ആ രംഗത്ത് വരുന്നില്ല. സ്വാഭാവികം എന്താണ്? രണ്ടിനെയും തലോടുന്നു എങ്കിൽ അത് കള്ളത്തരാണ്. ഇനി ഒന്നാണ് ശരിയെങ്കിൽ അതിൻ്റെ ഒപ്പം നിൽക്കുകയും വേണം. അതുണ്ടാകുന്നുമില്ല. അപ്പൊ പിന്നെ എന്താണ് ഇതിനർത്ഥം? അപ്പൊ ഇവര് ഈ പറഞ്ഞു വെക്കുമ്പോൾ ഇപ്പൊ അപ്പൊ എന്താണ്, ഭരണഘടനയാണ് നമ്മളെ ഈ ക്ഷേത്രത്തിലേക്ക് എന്താ പറയാൻ കാരണം? ഭരണഘടന ആർട്ടിക്കിൾ 15 ഭരണഘടന ആർട്ടിക്കിൾ 15 പ്രകാരം ജാതി, വർണ്ണം, ലിംഗം, ഗോത്രം, ദേശം തുടങ്ങി എന്തിൻ്റെയും പേരുള്ള സകല വിവേചനങ്ങളും ഭരണഘടന നിരോധിക്കുന്നുണ്ട്. വിവേചനങ്ങൾ പാടില്ല എന്നാണ്. ഇനി അടുത്ത ആർട്ടിക്കിൾ 16. ഈ ആർട്ടിക്കിൾ 16ന്റെ ഭാഗമായിട്ടാണ് ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലൊക്കെ നമുക്ക് നിയമനം ലഭിക്കുന്നുണ്ട്. പാലിയം വിളംബരത്തിന്റെ ഭാഗമായിട്ടോ കർമ്മബ്രാഹ്മണ്യം കൊണ്ടോ അല്ല. അത് തെറ്റിദ്ധാരണ വേണ്ട. ഇനി ഈ പറയപ്പെടുന്നത് ഈ പാലിയം വിളംബരം ഉണ്ടാക്കിയ സംഘടനകളുടെ ക്ഷേത്രത്തിൽ ചിലപ്പോൾ കർമ്മബ്രാഹ്മണ്യം കൊണ്ടോ ജന്മബ്രാഹ്മണ്യം കൊണ്ടോ ആയിരിക്കും അവർ നിയമിക്കുന്നത്. നിലവിലൊരു വ്യവസ്ഥ നമ്മളെ ജന്മം കൊണ്ട് നമുക്ക് മനസ്സിലായത് അങ്ങനെ. അവരെന്തായാലും ആ സംവിധാനത്തിലാണ് നിയമിക്കുന്നത്. അവൻ തന്നെ ജന്മബ്രാഹ്മണത്തിനാണ് പ്രാധാന്യം പറയാൻ കാരണം ഇന്നും ഇപ്പൊ അവരുടെ പരിവാർ പ്രസ്ഥാനങ്ങളുടെ മഹാക്ഷേത്രങ്ങളിലൊന്നും തന്നെ നമ്മൾ ഉൾപ്പെടുന്ന ദലിത്, ആദിവാസി വിഭാഗങ്ങളിലെ ഒരു തന്ത്രിയും ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് സ്വത്വഭാഗത്തോടുവിട്ട് കർമ്മബ്രാഹ്മണ്യം അല്ലാണ്ട് ഞങ്ങളുടെ സ്വപാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് ഞങ്ങളെ ഉൾക്കൊണ്ടു എന്ന് നമുക്ക് തോന്നിയിട്ടില്ല. ഉണ്ടെങ്കിൽ തെളിവ് സഹിതം ഏത് നേതാക്കൾക്കും കൊണ്ടുവരാം. വേണം നിർബന്ധം ഇല്ല കേട്ടോ. നമ്മൾ അവകാശവാദം ഉന്നയിക്കുമ്പോഴാണ് ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് ഞങ്ങളുടെ ഭാഗമാണോ നിങ്ങളെന്ന് ചോദിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് എന്താണ് ആർട്ടിക്കിൾ 16? ആർട്ടിക്കിൾ 16ന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് ഈ പറയപ്പെടുന്ന പൊതുജീവനത്തിലെ സമത്വമാണ്. പൊതുജീവിതത്തിലെ അവസര സമത്വം. പൊതുജീവിതത്തിലെ അവസര സമത്വം എന്ന് പറഞ്ഞാൽ പൊതുവായിരിക്കുന്ന ഈ പറയുന്ന നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ വരുന്ന ഏതൊരു സ്ഥാപനമാണെങ്കിലും അവിടെ ജോലിക്ക് അവസര സമത്വം വേണം. ആ അവസര സമത്വത്തിന്റെ ഭാഗമായിട്ട് ഇന്ന സമുദായത്തിനെ തീർച്ചയായിട്ടും ഇപ്പൊ ബ്രാഹ്മണനെ പൂജിക്കാൻ പറ്റില്ല. പൊതുമേഖലയിൽ എല്ലാവർക്കും പങ്കാളിത്തം വേണം. അപ്പോഴും ഒരു ഹിന്ദു മത കേന്ദ്രമാകുമ്പോൾ ഹൈന്ദവർ എന്ന് പറയുന്നവർക്ക് മാത്രമേ അവിടെ ജോലി ലഭിക്കുള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഹിന്ദു മത സമൂഹത്തിലെ എല്ലാവർക്കും അവസര സമത്വം ഉണ്ടാവണം. അതില്ലെങ്കിൽ അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നുള്ളത് കൊണ്ടാണ് സംവരണ മൂല്യങ്ങളും മറ്റുള്ളതൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ എല്ലാ വിഭാഗങ്ങൾക്കും, പട്ടികജാതിക്കാർക്ക് മാത്രമല്ല സംവരണം, അത് 8+2 10% ഉള്ളൂ. 14 ആളുകളുണ്ട്, 16 അങ്ങനെയൊക്കെ ഉണ്ട്. ബ്രാഹ്മണർക്ക് തന്നെ പുതിയ നിയമപ്രകാരം അവരുടെ സംവരണ മാനദണ്ഡം കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ജനറൽ കാസ്റ്റിന് അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ആർട്ടിക്കിൾ 16 ഉള്ളത് കൊണ്ട്, ഭരണഘടന 16 കൊണ്ടാണ്, പാലിയം വിളംബരം കൊണ്ടല്ല. ഭരണഘടന മാത്രം. പാലിയം വിളംബരമാണെങ്കിൽ ഈ പറയപ്പെടുന്ന ഇന്നത്തെ ഹിന്ദു സംഘടനാ ക്ഷേത്രങ്ങളിൽ പോലും ഈ പട്ടികജാതി, പട്ടിക പിന്നോക്ക വിഭാഗങ്ങൾക്ക് അവിടെ എന്താ വെച്ചാൽ ആനുപാതികമായിട്ടുള്ള ഒരു ഇത് കിട്ടണം, ജോലി കിട്ടണം. അത് സാധ്യമായിട്ടില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും അതല്ല, പൊതുമേഖലയിൽ മാത്രമേ ഇത് സാധ്യമാകുന്നത് ഭരണഘടന ഉള്ളതുകൊണ്ട്. ഇനിയാണ് ആർട്ടിക്കിൾ 17.
അതെന്താണ്? എല്ലാ അർത്ഥത്തിലുമുള്ള അയിത്താചരണത്തെ ആർട്ടിക്കിൾ 17 ഉന്മൂലനം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് അയിത്തം ഒരു തരത്തിലും തൊട്ടുകൂടായ്മ ഒരു തരത്തിലും ആചരിക്കാൻ പറ്റില്ല. അത് ക്രിമിനൽ കേസാണ്, ഒഫൻസാണ്. അപ്പൊ അതുകൊണ്ട് ഈ 3 നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ക്ഷേത്രങ്ങൾ, ദേവസ്വം ബോർഡ് അല്ലെങ്കിൽ സർക്കാർ സംവിധാന ക്ഷേത്രങ്ങൾക്ക് നിയമനം ലഭിക്കുന്ന. പാലിയം വിളംബരമല്ല. ആ തെറ്റിദ്ധാരണ വെറുതെയാണ്. പാലിയം വിളംബരമാണെങ്കിൽ എന്ത് വേണം? കർമ്മബ്രാഹ്മണനാകണം. കർമ്മബ്രാഹ്മണനായാൽ പിന്നെ അവരെ ബ്രാഹ്മണനെ വിളിക്കണ്ടുള്ളൂ. പക്ഷെ ദേവസ്വം ബോർഡ് 2017 നിയമനം ലഭിച്ചു. നമുക്കറിയാം ഇപ്പോഴും നിയമം നടന്നുകൊണ്ടിരിക്കേണ്ടത്. നമ്മൾ എന്നെ പഠിപ്പിച്ച പട്ടികജാതിയൊന്നും അല്ലാത്ത കുട്ടികൾക്കൊക്കെ ജോലിയും കിട്ടുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് അവരെയൊക്കെ തന്നെ അബ്രാഹ്മണർ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അതായത് ബ്രാഹ്മണരല്ലാത്തവർ. അതൊരു പൂണൂലിന്റെ പിൻബലത്തിലല്ല. നിങ്ങൾ പാണനോ പറയനോ പുല്ലോ നായരോ ഒക്കെ ആണെങ്കിൽ, ആശാരിയൊക്കെ ആണെങ്കിൽ അതാണ് എന്ന് അംഗീകരിച്ച് തന്നെയാണ്. അപ്പൊ നിങ്ങൾക്കൊരു പൂണൂലിന്റെ പിൻബലം വേണ്ട, ഈ ഷോഡശ സംസ്കാരത്തിന്റെ ഭാഗം വേണ്ട, അശ്വലായനവും വേണ്ട. അതൊക്കെ ഇത് ഉണ്ടാക്കിയുടെ അവകാശവാദമാണ്. ഈ ഉണ്ടാക്കിയവർ ഉണ്ടാക്കാൻ ശ്രമിച്ചു. അപ്പൊ സ്വാഭാവികമായിട്ട് എന്താണ്? ഒരു വൈദിക ബ്രാഹ്മണ മതമാണ്. അതുകൊണ്ട് തന്നെ അവര് അത്തരം സംവിധാനങ്ങളെ മാത്രമാണ് അവർ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യാം. ഇതുണ്ടാക്കിയത് നമ്മൾ പറയല്ല, അവരാണ് പാലിയം വിളംബരം ഉണ്ടാക്കിയത്. പാലിയം വിളംബരത്തെ തുടർന്നിട്ടാണ് തന്ത്രവിദ്യാപീഠം ഈ പറയപ്പെടുന്ന ആലുവയിൽ സ്ഥാപിച്ചത്. അവിടെ എല്ലാവരെയും പഠിപ്പിച്ചു എന്നാണ് വാദം. അപ്പൊ നമ്മൾ ഏകദേശം കേരളത്തിലെ ദേവസ്വം ബോർഡിൽ ഏക വ്യക്തിയാണ്, ഈ ദലിത് ആദിവാസി സമൂഹത്തിലെ ഏക ഒരു ആചാര്യനാണ് ദേവസ്വം ബോർഡ് സംവിധാനത്തിൽ നമ്മൾ. ആലുവ തന്ത്രവിദ്യാപീഠത്തിൽ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളല്ലോ ആവുക. നിങ്ങൾക്ക് സാമാന്യ ബുദ്ധി ഉണ്ടല്ലോ, ആ ആളല്ലേ ആവണ്ടേ? എന്തുകൊണ്ടായില്ല? അപേക്ഷ കൊടുക്കാത്തതുകൊണ്ടാണ്. എന്നാൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ഈ പറയുന്ന അവിടുത്തെ 7 വർഷത്തെ കോഴ്സാണ് തന്ത്രരത്നം കോഴ്സ്. ആ കോഴ്സ് സർട്ടിഫിക്കറ്റ് ആയിട്ട് രംഗത്തേക്ക് വരാം. നമ്മൾ കൂടി റെക്കമെൻഡ് ഞാൻ പറയാം, ദേവസ്വം ബോർഡ് എന്റെ പറയാം, എനിക്ക് എന്നെ മാറ്റിക്കോളൂ അദ്ദേഹത്തെ ആക്കാന്നുള്ളത് ഞാൻ അപേക്ഷ സമർപ്പിക്കാം. അങ്ങനെ പറ്റാനേ പറ്റില്ല, നമുക്ക് നിർദ്ദേശിക്കാൻ പറ്റില്ല. ഒരു അപേക്ഷ സമർപ്പിക്കാം. നമ്മൾ വേണ്ട അപേക്ഷ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുവരട്ടെ വരും. എന്നെ പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളൊരു ബോധ്യം നമ്മൾ ചെന്നപ്പോഴും പറഞ്ഞത് ഇന്ന ജാതിയിലാവുകൊണ്ട് പറ്റില്ല തന്നെ പറഞ്ഞു. കാരണം അശ്വലായന ഗൃഹ്യസൂത്രം ഉപനയനം ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളുടെ പാരമ്പര്യം അതല്ല. ഞങ്ങൾ തന്ത്ര പാരമ്പര്യമാണ്, പൂണൽ പാരമ്പര്യമല്ല. ഞങ്ങൾക്ക് മന്ത്രം പറഞ്ഞു തരാം, ഞങ്ങൾ തൊട്ടുതല്ലോ, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾക്കുള്ളത്. അങ്ങനെ ഞങ്ങൾക്ക് അവിടെ പ്രവേശനം ഇല്ല. അപ്പൊ അവിടെ പഠിപ്പിച്ചിട്ടില്ല. ഇനി ആര് പഠിച്ചു എന്ന് പറഞ്ഞാൽ അവർക്ക് സർട്ടിഫിക്കറ്റ് ആയിട്ട് 7 വർഷത്തെ കോഴ്സിന് സർട്ടിഫിക്കറ്റ് ആയിട്ട് വരാം. 2020 വരെ ഏകദേശം ഇവിടെ അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. നമ്പൂതിരിമാർ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും അത് ഫെയിൽ ആവുക. അത് വെറും വർത്തമാനം മാത്രമാണ്, സാധ്യമായിട്ടില്ല. ഇത് സത്യം എല്ലാവർക്കും അറിയാം. പക്ഷെ കള്ളത്തരം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക, ആളുകൾ അത് വിശ്വസിച്ച് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് സാധ്യമായിട്ടില്ല. പിന്നെ പറഞ്ഞു കഴിഞ്ഞു, ഇവരുടെ ക്ഷേത്രങ്ങളിലായാലും തന്നെ ഇത് സാധ്യമായിട്ടില്ല. ഇവരുടെ ക്ഷേത്രങ്ങളിലും പട്ടികജാതി പട്ടികജാതി ദലിത് ആദിവാസി പിന്നോക്ക വിഭാഗങ്ങൾക്ക് വേണ്ടവണ്ണം അവരുടെ സമ്പ്രദായത്തിൽ പുലയനെന്നോ പറയനെന്നോ ഏഴനെന്നോ സ്വത്വത്തെ നിർത്തിക്കൊണ്ട് ഇവർ സ്വീകരിക്കുന്നില്ല. ഇവർ സ്വീകരിക്കുന്നത് ഈ ജാതി നമ്പൂതിരി ബ്രാഹ്മണ ആചാരം, ജാതി നമ്പൂതിരി ആചാരങ്ങളാണ്. അല്ലാണ്ട് ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യയിലും ഒക്കെ ഉള്ള അല്ലെങ്കിൽ ഇവിടെ തന്നെയുള്ള തമിഴ് ബ്രാഹ്മണരൊക്കെ വ്യത്യസ്ത ആചാരങ്ങൾ. അതല്ല, ജാതി നമ്പൂതിരിമാരുടെ ആചാരങ്ങൾ പിൻപറ്റുന്ന ആളുകളെയാണ് ഇവർ സ്വീകരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു വൈദിക മതപരിവർത്തനം, ഹിന്ദു വേദിക് മതപരിവർത്തന പദ്ധതിയാണ്. അതിന്റെ തറക്കല്ലാണ് സത്യത്തിൽ പാലിയം വിളംബരം. അത് തന്നെയാണ് ഇത്തരം പ്രസ്ഥാനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത്തരം വിഷയവുമായി ബന്ധപ്പെട്ട് പുരാണങ്ങളാവട്ടെ, ഇതിഹാസങ്ങളാവട്ടെ, ആചാരങ്ങളാവട്ടെ, ഇവരുടെ സംഘടനകളിലൂടെയും മറ്റൊക്കെ RSS നേരിട്ട് പഠിപ്പിക്കുന്നത് നമ്മൾ പറഞ്ഞിട്ട് വിശ്വ ഹിന്ദു പരിഷത്ത് പോലെയുള്ളവരുടെ പോഷക സംഘടനകളിലൂടെയാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് അവരുടെ അവകാശവാദമാണ്, നമ്മുടേതല്ല. അവരതാണ് അവരുടെ സിലബസ് ഒന്നും ഒക്കെ ചുറ്റും നോക്കി അറിയാം. അവരാണ് പാലിയം വിളംബരം കൊണ്ടുവന്നതെന്ന് അവരെന്നെ പറയും. ഇതുപോലെ തന്നെയാണ് കുലധർമ്മത്തെ നശിപ്പിച്ചതാരാണ്? ഇവരുടെ വൈദിക മതത്തെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ വിഗ്രഹങ്ങളും ക്ഷേത്രങ്ങളും നശിപ്പിച്ച മറ്റ് രാജാക്കന്മാരെ പോലെയൊക്കെ ഇവിടുത്തെ കുലധർമ്മത്തെ നശിപ്പിച്ചതാണ്. കുലധർമ്മത്തെയായിട്ട് മറ്റു മതക്കാരെ നശിപ്പിച്ചാൽ നമുക്ക് ചരിത്രപരമായിട്ട് അറിയില്ല. എന്നാൽ ഒരു കാര്യമുണ്ട്, കുലധർമ്മത്തെ നശിപ്പിച്ച കുലധർമ്മത്തിലെ പ്രധാന കാര്യം, ഇപ്പൊ നമ്മുടെയൊക്കെ ഈ ധർമ്മവ്യവസ്ഥയിൽ കോഴി ബലി ഇത്യാദി കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നിർത്തലാക്കിയത് ആരാന്നുള്ളത് പാലിയം വിളംബരത്തിന്റെ അവകാശവാദം പോലെ തന്നെയാണ്. തൃശ്ശൂരിലെ BJPന്റെ വൈസ് പ്രസിഡന്റ് ഒക്കെ, ഇപ്പോൾ വൈസ് പ്രസിഡന്റാണ് അറിയില്ലായിരുന്ന RSS പ്രവർത്തകനും BJPയുടെ നേതാവുമായിട്ടുള്ള അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ 2020 മനോരമയ്ക്ക് കൊടുത്ത റിപ്പോർട്ടിൽ, മനോരമ പ്രസിദ്ധീകരിച്ചതാണ്, അതിൽ പറയുന്നത് നമ്മുടെ കുലദൈവ ആരാധനയുടെ അവിഭാജ്യ ഘടകമായിട്ടുള്ള കോഴിവെട്ട് ബലി ആചാരങ്ങൾ നടത്താൻ സമ്മതിക്കില്ല. അതിനെ സമരങ്ങളിലൂടെ ഇല്ലാതാക്കിയത് RSS പ്രസ്ഥാനങ്ങളാണ് എന്നാണ്. നമ്മൾ പറയുന്നതല്ല കേട്ടോ. വാർത്തയുടെ ടൈറ്റിൽ കോഴിവെട്ട് തടയുമെന്ന് BJP എന്ന് പറഞ്ഞാലും അതിൻ്റെ താഴേക്കുള്ള ഭാഗം വായിക്കുമ്പോൾ ഗോപാലകൃഷ്ണൻ അവകാശപ്പെടുകയാണ് BJP നിർത്തിയെന്നുമല്ല, സംഘപരിവാർ പ്രസ്ഥാനങ്ങളാണ് സമരത്തിലൂടെ ഈ ആചാരങ്ങൾ നിർത്തലാക്കിയത് എന്നാണ്. അപ്പൊ അവരെന്താണ് ഉദ്ദേശിച്ചത്? ഈ കുലദൈവങ്ങളും ഗോത്രാചാരങ്ങളും ഒക്കെ ഇല്ലാണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ആധ്യാത്മികമായിട്ട് അനാഥത്വം അനുഭവിക്കുന്ന ഒരു സമൂഹം ഭരണഘടനാപരമായിട്ട് ഹിന്ദുവാണ്, ഐതിഹ്യപരമായിട്ടല്ല.
അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ആശ്രയിക്കാൻ പിന്നെ എന്തേ ഉണ്ടാവുള്ളൂ? ഇവരുണ്ടാക്കി വെച്ച ഈ കർമ്മബ്രാഹ്മണ്യം, ശ്രേണീകൃത ചാതുർവർണ്ണ്യം ഭേദാടിസ്ഥാനത്തിലുള്ള ഹിന്ദുമതമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ഉദ്ദേശിച്ചിടത്തേക്ക് എത്തും എന്നൊരു ഉദ്ദേശത്തിലാണോ അത് ചെയ്തേ എന്ന് അവരാണ് പറയേണ്ടത്. അതല്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ പാലിയം വിളംബരത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പരമ്പരാഗത തന്ത്രപാരമ്പര്യമുള്ള മറ്റു സമുദായ പ്രതിനിധികളെ പങ്കെടുപ്പിച്ചില്ല? എന്തിന് സമാവർത്തനം പോലെയുള്ള ഉപനയനം പോലെയുള്ള ഒരു അധികാരം ഇതിന് വെച്ചു? തന്ത്രത്തിൽ ചാതുർവർണ്ണ്യം ഇല്ലല്ലോ. അപ്പൊ പിന്നെ എന്തിനാണ് ഇത് ചെയ്തു വെച്ചത്? ഇത് യഥാർത്ഥത്തിൽ ഈ പാൽപ്പൊടിയും ആട്ടമാവും കൊടുത്ത് മതം മാറ്റുന്നവരെ പോലെ, അതല്ലെങ്കിൽ എന്തെങ്കിലും പ്രണയം നടിച്ചുകൊണ്ട് മതം മാറ്റുന്നത് പോലെ ഒരു വൈദിക മതപരിവർത്തനമല്ലേ? ഹിന്ദു എന്ന് പറഞ്ഞാൽ ഒരു ഏകശിലാത്മകമാണോ? വർണ്ണം വർഗം ഇല്ലിവിടെ എന്നുള്ളത് മണ്ഡലത്തിൽ ഇരുന്നിട്ടും ശാഖയ്ക്ക് പോയിട്ടൊക്കെ നമ്മളും പാടിയിട്ടുള്ളതാണ്. പാടുക മാത്രമല്ല പറഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. വർണ്ണവും വർഗവും ഇല്ല എന്ന് പറയുന്നവർ പിന്നെ എന്തിനാണ് ചാതുർവർണ്ണ ശ്രേണീകൃതമായ ഒരു സംവിധാനത്തിന്റെ ആചാരങ്ങൾ മൊത്തം ഹിന്ദുവിന്റെ തലയിൽ അടിച്ചേൽപ്പിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തിനാ അത് മാത്രം പ്രചരിപ്പിക്കുന്നേ? ഉപനയന ചടങ്ങ് നടത്തുന്നത് വിശ്വ ഹിന്ദു പരിഷത്ത് പോലുള്ള സംഘടനകളാണ്. എന്തുകൊണ്ട് ഉപനയനം ചെയ്യിക്കുന്നവർ ഉപവീതം പൂണൂലിന്റെ ആ ഒരു അടയാളങ്ങളെ കൊണ്ടുണ്ടാക്കുന്ന ചാതുർവർണ്ണ വ്യവസ്ഥയ്ക്ക് അപ്പുറമുള്ള വർണ്ണവ്യവസ്ഥ ഇല്ലാത്ത ഒരു ആശയത്തിന്റെ ദർശനത്തിന്റെ ഭാഗമായിട്ടുള്ള ഹിന്ദു ധർമ്മത്തിലെ തന്ത്രപാരമ്പര്യത്തിന്റെ ഭാഗമായി പൂണൂലിട്ടവരുടെ പൂണൂല് അഴിച്ചുകൊണ്ട് ഒരു മാറ്റം നവോത്ഥാനം സൃഷ്ടിക്കുന്നില്ല. അപ്പൊ അർത്ഥമാക്കുന്ന എന്താണ്? ഈ പറഞ്ഞ ശ്രേണീകൃത സംവിധാനമല്ലേ? ഒരു വിഭാഗത്തിന്റെ ആചാരം ശ്രേഷ്ഠം മറ്റത് മോശം എന്ന് വരുത്തി തീർക്കല്ലേ? അതുകൊണ്ട് എന്തുകൊണ്ട് ഇല്ല എന്നാണ് ചോദിക്കുന്നത്. ഇത് പറയുന്ന നമ്മൾ ഹിന്ദുക്കളെ വിഘടിപ്പിക്കുകയാണ്, ഐക്യം തകർക്കുകയാണെന്ന് തോന്നുമ്പോൾ നമുക്ക് ചോദ്യം ചെയ്യാതിരിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ അഭിപ്രായം പറയാതിരിക്കാൻ പറ്റില്ല. നമ്മളൊരു സൊസൈറ്റിയുടെ ഈ നൂറ്റാണ്ടുകളോളം മാറ്റിയെടുത്തപ്പെട്ട ഒരു ജനതയുടെ പ്രതിനിധിയാണ്. അവരുടെ ആചാരം നടത്തിച്ച് ദേവസ്വം ബോർഡ് സംവിധാനം അംഗീകരിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ കൃത്യമായ ജനാധിപത്യ സംവിധാനത്തിൽ നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം പറയേണ്ട അവകാശവും ഒക്കെ ഉണ്ട്. അവിടെയാണ് നമ്മൾ ചോദിക്കുന്നത്, എന്തുകൊണ്ട് നിങ്ങൾ ഈ ഒരു ജനതയുടെ ആചാരാനുഷ്ഠാനങ്ങളെ നിങ്ങൾ പ്രചരിപ്പിക്കുന്നില്ല? ഹിന്ദു ആണല്ലോ, ഞങ്ങളായി എന്തുകൊണ്ട് ഉൾക്കൊള്ളുന്നില്ല? എന്തിനാണ് ഞങ്ങളെ മതം മാറ്റുന്നത്? ക്രൈസ്തവർ മതം മാറ്റാൻ വന്നപ്പോൾ കാല് തല്ലി ഒടിക്കുന്നു നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി വന്നു കഴിഞ്ഞാൽ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ പുറത്തവരെന്തോ ആവട്ടെ. ഇതിപ്പോ വീട്ടിലേക്ക് വരില്ല, ദാർശനികമായിട്ട് നിങ്ങൾ നിരന്തരം ഹിന്ദു എന്ന് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്, കൺവർഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് മറ്റു സമുദായങ്ങളെ ദർശനങ്ങൾ ഇല്ലാണ്ടാക്കുകയാണ്. അത് തെറ്റല്ലേ? അതാണോ ഹിന്ദു? അങ്ങനെ ഒരു ഹിന്ദു ഉണ്ടോ? അങ്ങനെ ഒരു ഹിന്ദു ഉണ്ടെങ്കിൽ ഇത്രയും കാലം എന്തുകൊണ്ട് ഞങ്ങൾ ഹിന്ദു ആയില്ല? അല്ല, മൊത്തം ഹിന്ദു ആണെങ്കിൽ അപ്പൊ നമ്മളാണോ ഇവിടെ ഹിന്ദുക്കളെ വിഘടിപ്പിക്കുന്നേ? മൊത്തം ഹിന്ദുവിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അപകർഷത ഉണ്ടാക്കിക്കൊണ്ട് അവർക്ക് ബ്രാഹ്മണ മത വിധേയത്വം ഉണ്ടാക്കുന്ന സംവിധാനം ചെയ്യുന്ന ഈ പറയുന്ന പ്രസ്ഥാനങ്ങളാണോ? അല്ലെങ്കിൽ വൈദിക മതം അതനുസരിച്ച് പോയിക്കോട്ടെ, അതിനൊരു വിരോധമില്ല, പക്ഷെ ആ കൺവർഷൻ വേണ്ട എന്ന് പറയുന്ന, ബാക്കിയെല്ലാം ഒന്നിച്ച് നിൽക്കട്ടെ എന്ന് പറയുന്ന നമ്മളാണോ ഐക്യം അല്ലെങ്കിൽ അഖണ്ഡതയും പറയുന്നത്? അതല്ല, നമ്മളല്ല എന്ന് തോന്നി നമ്മളെ കല്ലെറിയുന്നു എങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഹിന്ദുത്വം നമ്മുടെ ഭാഗമല്ലെന്നും ഞങ്ങളെപ്പോലൊരു അവകാശങ്ങളും ഞങ്ങളുടേതായി കാര്യങ്ങളും പറയുമ്പോൾ ഞങ്ങളെ സൈബറായിട്ട് ആക്രമിക്കുന്നു എങ്കിൽ നിങ്ങളെ ഭയക്കണ്ടേ? കാരണം നിങ്ങൾ മറ്റുള്ള മതക്കാരേക്കാൾ കഷ്ടമല്ലേ ഞങ്ങളോട് പെരുമാറുന്നത് കാലാകാലമായിട്ട്? അതല്ല, ഇവിടെ തിരുത്തൽ വേണമെന്നാണ് പറയുന്നത്. പഠിപ്പിക്കുന്നെങ്കിൽ പ്രചരിപ്പിക്കുന്നതെല്ലാം പാലിയം വിളംബരമല്ല ഞങ്ങളെ ക്ഷേത്രം കേട്ടേണ്ടത്. ഞങ്ങൾ തന്ത്രപാരമ്പര്യം. ഇപ്പൊ നമ്മളൊക്കെ വിദ്യാപീഠം നടത്തുന്നുണ്ട്, ക്ഷേത്രതന്ത്രം പഠിപ്പിക്കുന്നുണ്ട്, തന്ത്രം ചെയ്യേണ്ടത് നമ്പൂതിരിമാരുടെ തന്ത്രം അല്ല കേട്ടോ. ഞാരെല്ലാം വരുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പാരമ്പര്യമുള്ള തന്ത്രം ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്പൂതിരിയാചാരമല്ല. ദേവസ്വം ബോർഡിൽ ചില കാര്യങ്ങൾ വൈദികമായിട്ട് വേണമെന്നുള്ളത് പഠിപ്പിക്കുന്നുണ്ട്. കാരണം എന്താണ്? ഞങ്ങളുടെ കാര്യം നമ്പൂതിരിമാർ പഠിപ്പിക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. അപ്പൊ പിന്നെ അത് മാറ്റുന്നില്ലല്ലോ. അവർ മൂന്നിലിട്ട് ചെയ്യുമ്പോൾ മൂന്നിലില്ലാണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അവിടെ നമ്പൂതിരി എന്ന് കൊണ്ടുതന്നെ തന്ത്രം ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് വാണനും പറയനും പുലനും നായരും ഈഴവനും ആശാരിയൊക്കെ ആയിട്ട് അരയനൊക്കെ ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് വിഘടനം ഉണ്ടാക്കുന്നു, ഐക്യത്തെ തകർക്കുന്നു നമ്മളല്ല, ഈ ജനതയെ പറ്റിക്കുന്നവരാണ്. ആ പറ്റിക്കുന്നതിന്റെ പ്രധാന ഘടകമാണ് പാലിയം വിളംബരം പോലെയുള്ള വൈദിക മത നിയമങ്ങൾ ഹിന്ദുവിന്റെ ടോട്ടലാണെന്ന് പറയും. ഇത് നമ്മൾ പറയുമ്പോൾ ആദ്യമേ പറയാം, ഇത് കേവലം കേട്ടറിയുന്നല്ല. അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിൽ ഇത്തവണ പോയപ്പോൾ നമ്മൾ വർണ്ണാശ്രമങ്ങളും കുലധർമ്മങ്ങളും ഒക്കെ ചേർന്നാണ് ഹിന്ദുധർമ്മം. അതുകൊണ്ട് നിങ്ങൾ വൈദികമായിട്ടുള്ള ധർമ്മങ്ങളെ മാത്രം പ്രോത്സാഹിപ്പിക്കരുത്, പ്രചരിപ്പിക്കരുത്, ഇതുകൂടി നിങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞപ്പോൾ RSSന്റെ പ്രവർത്തകനായിട്ടുള്ള അവതാരകനായിരിക്കുന്ന വ്യക്തി നിർത്താൻ പറഞ്ഞിട്ട്, നമ്മുടെ സമയം മുഴുവൻ കഴിയാതെ തന്നെ നിർത്താൻ പറഞ്ഞിട്ട് നമ്മളോട് അദ്ദേഹം മൈക്കിലൂടെ പറയുകയാണ്, ചാതുർവർണ്ണ്യം മാത്രമാണ് ഹിന്ദു, അല്ലാണ്ട് മറ്റൊന്നുമല്ല. ചാതുർവർണ്ണ്യം ഇല്ലാണ്ട് ഹിന്ദു ഇല്ല, അത് മാത്രമാണ് ഹിന്ദു എന്ന് പറഞ്ഞപ്പോൾ വിശ്വ ഹിന്ദു പരിഷത്ത് നേതാവുണ്ട്, പ്രസിഡന്റ് ഉണ്ട്, മറ്റ്
സന്യാസിമാരുണ്ട്, സംഘാടകരുണ്ട്, രാഷ്ട്രീയക്കാർ വേറുള്ളവരൊന്നുമില്ല. ഇവരുണ്ട്. ഇവരാരും തന്നെ അത് തെറ്റാണെന്ന് പറഞ്ഞില്ല. ചാതുർവർണ്ണ്യം മാത്രം ശരിയാണപ്പോൾ അത് തെറ്റു. അതും പറഞ്ഞതാരാണ്? അവതാരകനാണ്. നമ്മൾ ക്ഷണിക്കപ്പെട്ട ആചാര്യനാണ്. അപ്പൊ നമ്മളെപ്പോലുള്ള ആളുകൾ സംസാരിക്കുമ്പോൾ ഞങ്ങളെ പറയാൻ അനുവദിക്കാതെ ഞങ്ങളെക്കാൾ അപ്പുറം കടന്ന് ഒരു അവതാരകൻ സംസാരിക്കുന്ന മൈക്ക് വാങ്ങിയെങ്കിൽ ഇതന്നെയല്ലേ നമ്മളെ സർവകലാശാലയിൽ വിജയകുമാരി എന്ന് പറയുന്ന ആ ഒരു ഡീനും ചെയ്തത് തന്നെയല്ലേ? ആ ഡീൻ എന്ന് പറയുന്ന വ്യക്തി ഒരു ബ്രാഹ്മണ ജാതിയിൽ പിറന്ന ആളാവുന്നത് കൊണ്ട് തന്നെയാണെന്ന് പറഞ്ഞ് തെറ്റു പറയാൻ പറ്റുമോ? നമ്മുടെ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി അവതാരകനാണ്, പക്ഷെ അദ്ദേഹം മൈക്ക് പിടിച്ചു വാങ്ങി ഇത് പറയുന്നു. ഇനി ആ പറഞ്ഞത് ഞങ്ങൾ ഉൾപ്പെട്ടതല്ല ഹിന്ദു എന്നാ പറഞ്ഞത്. അത് തെറ്റാണെന്ന് പറയണ്ടേ? അല്ലോ ശരിയാണെന്ന് പറഞ്ഞില്ലല്ലോ വെച്ചാൽ മൗനം സമ്മതമാണ്. ദ്രൗപദിയുടെ വസ്ത്രാക്ഷേപം നടക്കുമ്പോൾ മൗനം ഭജിച്ച ആളുകളാണ് പിന്നീട് ഓപ്പോസിറ്റ് നിൽക്കേണ്ടി വന്നത്. ഇവിടെ ഹിന്ദു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൂടി ചേർന്നതാണെങ്കിൽ എന്തുകൊണ്ടാരും എതിർത്തില്ല? തെറ്റാണെന്ന് അവിടെ സ്ഥാപിക്കണ്ടേ? ഒന്ന്. അടുത്തത് അതുപോലെ തന്നെയാണ് അവതാരകൻ ആര് കൊടുത്തു ആ ഒരു അധികാരം? അവതാരകൻ ആളെ പേര് വിളിക്കുന്ന പണിയല്ലേ ഉള്ളൂ. അപ്പൊ അദ്ദേഹം അത് പറയുന്നതിന് അധികാരം എന്താണ്? അത് അദ്ദേഹത്തിന്റെ ജന്മത്തിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയതാണ്. ഞങ്ങളാണ് ഇതിന്റെ ആളുകൾ, ഞങ്ങൾ പറയും, നിങ്ങൾ കേട്ടോളണം. അങ്ങനെ പറയുന്ന ആളുകളെ ചോദ്യം ചെയ്താൽ ബ്രഹ്മഹത്യാപാപം എന്നും ഉണ്ടാകുമെന്ന ഈ തെറ്റായ ചിന്താഗതി കൊണ്ട് നിങ്ങൾക്കത് എതിർക്കാനും കഴിഞ്ഞില്ല. അപ്പൊ ആ ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് ഈ വിഷയം സംസാരിക്കുന്നത്. ഇവരുടെ ഹിന്ദുത്വം, നിലനിൽക്കുന്ന ഹിന്ദുത്വവാദം ശ്രേണീകൃത ചാതുർവർണ്ണ ഹിന്ദു ധർമ്മമാണ്. അതുകൊണ്ട് ചോദ്യകർത്താവിനോട് നമുക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ക്ഷേത്രം പൂജിക്കാൻ ഒരിക്കലും, പ്രത്യേകിച്ച് ദേവസ്വം സംവിധാനം, ജനാധിപത്യ സംവിധാനം, മാനവസ്നേഹം നിലനിർത്തുന്ന സംവിധാനം, നിങ്ങളായി അംഗീകരിക്കുന്ന സംവിധാനങ്ങൾ നിങ്ങൾക്ക് ക്ഷേത്രപൂജ ചെയ്യാൻ നിങ്ങളുടെ മാതൃപിതൃ പരമ്പര തന്നെ തന്ത്രപാരമ്പര്യമുണ്ട്. ഒരു പൂണൂലിൻ്റെയോ ഷോഡശ സംസ്കാരത്തിൻ്റെ ഒന്നും ഭാഗമാവേണ്ട ഈ പറയപ്പെടുന്ന പാലിയം വിളംബരം ആ സംഘടനകളുമായി ബന്ധപ്പെട്ട ക്ഷേത്രങ്ങളിലായിരിക്കാം, നമുക്കറിയില്ല. അത് ബ്രാഹ്മണ മതത്തെ സ്ഥാപിക്കാനുള്ളൊരു വിളംബരമാണ്. അത് എപ്പോഴും ഇവരുടെ രീതി അങ്ങനെയാണ്. ഇപ്പോൾ തൃശ്ശൂർ വിളംബരം നടത്തിയപ്പോഴും സന്യാസിമാർ കൂടി ഇരുന്നിട്ട് തൂക്കം നിർത്തലും വലിയ ആചാരങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതിലല്ലാണ്ട് പ്രായനിധ്യമില്ല, അഭിപ്രായമില്ല. ആകെ ചെന്നത് നമ്മുടെ അഭിപ്രായം പറഞ്ഞവരെടുക്കും ചെയ്തില്ല. അപ്പോൾ പിന്നെ അടുത്ത സംഘം ഉണ്ടാകുമ്പോൾ നമ്മളെപ്പോഴവരെ വിളിക്കൂല. ഇനിയൊട്ട് നമ്മളൊട്ട് പങ്കെടുക്കുന്നില്ല. കാരണം എന്താണ്? ഇവർ ഏകപക്ഷീയമായ നിലപാടാണ്. ഇവർ പാലിയം വിളംബര കാലത്താവട്ടെ ഇപ്പോഴാവട്ടെ നമ്മുടെ ജനതയെ കേൾക്കാൻ തയ്യാറല്ല. അതുകൊണ്ട് തന്നെ ജനാധിപത്യ സംവിധാനത്തിൽ ഭരണഘടനാപരമായിട്ട് ഹിന്ദു ആകുമ്പോഴും SC ST വിഭാഗം, പട്ടികജാതി, പട്ടിക, ദലിത്, പിന്നോക്ക വിഭാഗങ്ങളെല്ലാം തന്നെ ഞങ്ങൾ ഹിന്ദു ആകുന്നത് ബ്രാഹ്മണ മതത്തിന്റെ ഭാഗമായി കൊണ്ടല്ല, ഭരണഘടനാപരമായിട്ടാണ്. ആചാര വിശ്വാസ ചരിത്രപരമായിട്ട് നമ്മൾ വേറെ ഒരു ഹിന്ദു വിഭാഗം തന്നെയാണ്. മറ്റുള്ളവർ ഞങ്ങളുടെ ശത്രുക്കളല്ല. എന്നാൽ ഞങ്ങളെ മതം മാറ്റുന്നു എങ്കിൽ അതിനെ ശക്തമായി തെറ്റിദ്ധരിപ്പിക്കുന്നെങ്കിൽ ശക്തമായി നേരിടും എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം ധർമ്മത്തിൽ മുന്നേറാം. ആ ധർമ്മം, കുലധർമ്മം ഇവർക്കും നിധനമാണ്, ശ്രേയസ്സാണ് എന്ന് മനസ്സിലാക്കുക. മറ്റത് ഭയാവഹമല്ല, ആപത്താണ്. അവർക്കെവിടെ ആവട്ടെ ക്ഷേത്രം പൂജിക്കാൻ ഉപനയനം വേണ്ട, നമ്പൂതിരി ആചാരം വേണ്ട. അതിനെ ആരെതിർത്താലും നിയമപരമായി നേരിടണം. അതിന് നമ്മളെ താങ്ങുന്നത് ഭരണഘടനയാണ്, ഇന്ത്യൻ നീതി ന്യായ വ്യവസ്ഥ. ഇതുവരെയുള്ള വ്യവസ്ഥയാണ്. നാളെ ആരെങ്കിലും മാറ്റിമറിച്ചാൽ ശക്തമായി ധാർമ്മിക ബോധത്തോടുകൂടി ധാർമ്മിക സമരം നടത്താം. നമ്മുടെ കൂടിയാണ് ഈ രാജ്യം, നമ്മുടെ കൂടിയാണ് ഈ രാജ്യത്തിൻ്റെ പൈതൃകം. ആ പൈതൃകത്തെ ഹിന്ദു എന്ന് വിളിക്കുമ്പോൾ നമ്മളെല്ലാവരും ഹിന്ദുവാണ്. അല്ല ഏതെങ്കിലും ഒന്നാണെങ്കിൽ നമ്മൾ മറ്റെന്തോ ആണ്. നമസ്തേ, ജയ് ഹിന്ദ്, വന്ദേ മാതരം.